ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ 7:30 എത്തിയിട്ടുണ്ട്. ഞാൻ ഒരല്പം വൈകിപ്പോയി. രാവിലെ ആകുമ്പോൾ തീരെ വൈകാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതായാലും നിങ്ങളൊക്കെ ക്ഷമിക്കാം. നമ്മുടെ വിഷയം സക്കാത്താണ്. ഒരുപാട് പണ്ഡിതന്മാർ സ്റ്റേജിലും സദസ്സിലും ഉണ്ട്. അതുകൊണ്ട് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ നീണ്ടൊരു സബ്ജക്റ്റാണ്. ഇന്ന് നേരം വെളുത്ത് വൈകുന്നേരം വരെ പറഞ്ഞാലും തീരാത്തൊരു സബ്ജക്റ്റ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വിഷയാവതരണം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ചോദിക്കണം. ഒരുപക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളെ ബിസിനസ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സക്കാത്തുമായിട്ടോ ബന്ധമുള്ളതായിരിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് നിങ്ങളുടെ ഏത് വിധ സംശയവും തീർക്കാൻ ഇവിടെ ഉസ്താദുമാരുണ്ട് എന്നറിയിച്ച് ഞാൻ തുടങ്ങുകയാണ്. പൊതുവെ ജനങ്ങൾക്കൊക്കെ ധാരണ ഉണ്ട്, ദാരിദ്ര്യം എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ദരിദ്രവാനായിട്ട് ജീവിക്കലാണ് നല്ലത് എന്ന്. ഇസ്ലാം ദാരിദ്ര്യത്തെ ഒരു നിലക്കും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 5 വക്ത് നിസ്കാരത്തിന് ശേഷവും നമ്മൾ ദുആ ചെയ്യൽ സുന്നത്തായ ഒരു ദുആ ആണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഫഖർ. അല്ലാഹുവേ, നീ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ദുആ ചെയ്യാറുമുണ്ട്. ദാരിദ്ര്യം, നമ്മൾ ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതേസമയം ഒരാൾ ദരിദ്രവാനായാൽ അയാളെ സഹായിക്കണം. ദരിദ്രവാനായിട്ട് അള്ളാഹു ഒരാളെ പരീക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് ആ പരീക്ഷണം നേരിടുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപാട് പുണ്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ആഗ്രഹിക്കേണ്ടത് ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനാണ്. ചില മഹാന്മാർ അവർ അള്ളാഹുവിനെ മാത്രം ആലോചിച്ച് ജീവിച്ചവരൊക്കെ ദാരിദ്ര്യം ആഗ്രഹിക്കുകയും പണം കയ്യിൽ വരുമ്പോൾ അത് ശ്രദ്ധിക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമോ എന്നുള്ള ഭയത്താൽ പണം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മെപ്പോലെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരം മർത്തബകളൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയമായിട്ടില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ജീവിതത്തിൻ്റെ ഒരു നിമിഷമെങ്കിലും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരരുത്. നമ്മൾ അധ്വാനിക്കണം എന്നുള്ളത് തന്നെയാണ്. അധ്വാനിക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ സർവീസ് നൽകുന്നു, ഗവൺമെൻറ് സർവീസ് നൽകുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസ് നൽകുന്നു, ഇങ്ങനെ പല മേഖലകളിലും സർവീസ് നൽകുന്നു. ഇത് അധ്വാനമാണ്. കൃഷി ചെയ്യുന്നു, അധ്വാനമാണ്. കൈത്തൊഴിൽ ചെയ്യുന്നു, അധ്വാനമാണ്. കച്ചവടം ചെയ്യുന്നു, അധ്വാനമാണ്. അമ്പിയാക്കൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് വരെ എത്തിയാക്കിയാൽ എല്ലാ അമ്പിയാക്കളും ജീവിച്ചത് കൈത്തൊഴിലോ കൃഷിയോ കച്ചവടമോ മറ്റെന്തെങ്കിലും കാര്യമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പ്രബോധനം ലഭിച്ചതിന് ശേഷം നബി തങ്ങൾ കാര്യമായിട്ട് ജോലിക്കൊന്നും പോയിട്ടില്ല, അങ്ങനെ നമ്മൾ കാണൂല. പക്ഷേ എങ്കിലും പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈത്തപ്പനയുടെ തോട്ടത്തിന് കാവൽ നിന്നിട്ടുണ്ട്. നുബൂവത്തിന് മുമ്പ് ആടിനെ മേക്കാൻ പോയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുന്തു ബുഇസ്തു മുഅല്ലിമൻ, എന്നെ ഒരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. നബി തങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വവജദക ആയിലൻ ഫഅഗ്ന. നബിയെ, അങ്ങ് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അല്പം വിഷമത്തിലായിരുന്നു സാമ്പത്തികമായിട്ട്. പക്ഷേ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും ഫഅഗ്ന, അങ്ങയെ നാം ഐശ്വര്യവാനാക്കിയിട്ടുണ്ട്, ജീവിക്കാനുള്ള എല്ലാ സ്വാശ്രയത്വവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ന്യൂനതയും ജീവിതത്തിൽ ഒരു നിലക്കും പറയാൻ പറ്റാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ദാരിദ്ര്യം ബാധിച്ച് വിഷമിച്ചല്ല വഫാത്തായിപ്പോയത്. മറിച്ച് സ്വന്തം പടയങ്കി, അതൊരു ജൂതൻ്റെ അടുത്ത് പണയം വെക്കാൻ മാത്രം പടയങ്കി സ്വന്തമായിട്ടുള്ള ഒരു അത്യാവശ്യം ജീവിക്കാൻ 9 ഭാര്യമാരെ പോറ്റി വളർത്താനൊക്കെ
ഉള്ള ഒരു സമ്പത്തുമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ സ്വാശ്രയത്വത്തോട് കൂടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. ഞാനിത് പറഞ്ഞത് എന്തിനാ? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, എൻ്റെ മുന്നിലിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ബിസിനസ്സുകാരാണ്, അല്ലെങ്കിൽ ഇത്തരം ജോലികൾ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ സമ്പത്ത് ഒരല്പം ശേഖരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അധ്വാനിക്കുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഇന്ന താജിറ സ്വദൂഖൽ അമീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വളരെ സത്യസന്ധനായ അമീനായ ഒരു താജിർ, കച്ചവടക്കാരൻ, അവൻ മഅസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവർ ഖിയാമത്ത് നാൾ ദിവസത്തിൽ സിദ്ദീഖീങ്ങളോട് കൂടിയും ശുഹദാക്കളോട് കൂടിയും ഒക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അധ്വാനങ്ങളിൽ വെച്ച് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ അധ്വാനങ്ങൾ ഇങ്ങനെ നടത്തുന്ന ഏത് ആളുടെയും ഏറ്റവും വലിയ അധ്വാനം എന്താ? ഏറ്റവും പരിശുദ്ധമായ അധ്വാനം. ചില ഫുഖഹാ പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് കൃഷിയാണ്. കാരണം കൃഷിയില്ലെങ്കിൽ ലോകത്ത് ആർക്കും ജീവിക്കാൻ കഴിയൂലല്ലോ. ചിലർ പറഞ്ഞു കൈത്തൊഴിലാണ്. ഒരുപാട് ആളുകൾ പറഞ്ഞു കച്ചവടമാണ്. കാരണം കച്ചവടം അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ടും കാര്യമില്ല, കൈത്തൊഴിൽ ചെയ്തിട്ടും കാര്യമില്ല, ജനങ്ങളിലേക്ക് അത് എത്താനുള്ള സംവിധാനമല്ല. ഏതായാലും കൃഷിയും കൈത്തൊഴിലും കച്ചവടവും അത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ഇത് നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ നീയത്ത് നന്നാക്കണം. ഞാൻ നല്ല നിലക്ക് കച്ചവടം ചെയ്യും, ഞാൻ നല്ല നിലക്ക് ജോലി ചെയ്യും, ഞാൻ നല്ല നിലക്ക് എൻ്റെ സർവീസ് നൽകും, അങ്ങനെ അതുകൊണ്ട് ഹലാലായ സമ്പാദ്യമുണ്ടാക്കും. അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ ഞാൻ പോറ്റും, അയൽവാസികളെ പോറ്റും, നാട്ടുകാരെ പോറ്റും, എൻ്റെ ആശ്രിതരെ പോറ്റും, ഞാനുമായി ബന്ധമുള്ള എല്ലാവരെയും പോറ്റും എന്നുള്ള നല്ലൊരു നീയത്തിൽ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്തു തരും. അത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ 9 മണിക്ക് ഷോപ്പ് തുറന്ന് രാത്രി 9 മണി വരെ 10 മണി വരെ കടയിൽ നിൽക്കുന്ന ഓരോ സെക്കൻഡും അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ വലിയ ഹസനത്തായി കൂലിയായിട്ട് രേഖപ്പെടുത്തപ്പെടും. അള്ളാഹു നമ്മളെ അങ്ങനെ സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കച്ചവടം ചെയ്യണം, സമ്പാദിക്കണം, അല്ലെങ്കിൽ ജോലി ചെയ്യണം, സമ്പാദിക്കണം. ഏണിങ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. ഇസ്ലാമിൽ ഏണിങ് വളരെ പുണ്യമുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരു മനുഷ്യൻ സമ്പാദിച്ചാൽ ആ സമ്പാദ്യം എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ജനങ്ങളൊക്കെ വിചാരിച്ചു സമ്പാദിച്ചത് മൊത്തം സ്വതക്ക ചെയ്യണം, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. ചിലരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയില്ല. ഒരിക്കലൊരു സ്വഹാബി ഹജ്ജത്തുൽ വദാഇൻ്റെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ആകെ കൂടി ഒരു പെൺമകളാണുള്ളത്, ഒരു മകളാണുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ മുഴുവൻ അങ്ങയുടെ ദീനിന് വേണ്ടിയിട്ട് സമർപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ട. എന്നാൽ എൻ്റെ പകുതി ചെയ്യട്ടെ, അതും വേണ്ട, 1/3 ചെയ്യട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒറ്റ പെൺകുട്ടിയാണുള്ളത്, എന്നിട്ടാണ് ചോദിക്കുന്നത് ഞാൻ 1/3 ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ഇന്നക അൻ തദഅ വറസതക അഗ്നിയാ ഖൈറും മിൻ അൻ യതകഫഫൂന അന്നാസ്. നീ നിൻ്റെ അനന്തരവാന്മാരെ പണക്കാരായിട്ട് സ്വാശ്രയമുള്ളവരായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന രൂപത്തിലല്ലാതെ ഇവിടെ ഉപേക്ഷിച്ച് മരിച്ചു പോവലാണ് നിനക്ക് നല്ലത്. അവരെ ജനങ്ങളുടെ മുമ്പിൽ കൈകാട്ടുന്നവരായിട്ട് ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാളും. അതുകൊണ്ട് നമ്മളുടെ സമ്പത്ത് നമ്മുടെ അനന്തരവാന്മാർക്കും നമ്മുടെ കുടുംബത്തിനും ഇവിടെ ഉപേക്ഷിക്കണം, അതിനെ ഒരല്പം സേവ് ചെയ്യണം എന്നുള്ളത് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് കിട്ടിയ സമ്പത്തൊക്കെ സ്വതക്ക ചെയ്യണമെന്നോ സക്കാത്ത് കൊടുക്കണമെന്നോ ദീൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണോ എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യരുത്. നമ്മൾ ഏറ്റവും വലിയ സ്വതക്കയും ഏറ്റവും വലിയ ധർമ്മവും ഒക്കെ സ്വന്തം കുടുംബത്തെ വളരെ സുരക്ഷിതമായിട്ട് പോറ്റുകയും അവരെ നല്ല നിലക്ക് ഈ ദുന്യാവിൽ ഉപേക്ഷിച്ച് പോകലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയ സമ്പത്ത് സേവ് ചെയ്യണം. ഈ സേവ് ചെയ്ത സമ്പത്ത് അത് പത്തായത്തിലിട്ട് പൂട്ടുക എന്നൊക്കെ ഞങ്ങളെ നാട്ടിൽ പറയും, അല്ലെങ്കിൽ ഷെൽഫിലിട്ട് പൂട്ടുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നെന്താ ചെയ്യേണ്ടത്? അത് ഇൻവെസ്റ്റ് ചെയ്യണം, സമൂഹത്തിൽ ഇറക്കണം. എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, ഞാനത് അളമാറയിലിട്ട് പൂട്ടിയാൽ ലോകത്ത് ആർക്കും അതുകൊണ്ട് ഉപകാരമില്ല, ഒരുപക്ഷെ എനിക്കും ഉപകാരം ഉണ്ടാവില്ല. എന്നാൽ ഞാനതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ പലർക്കും തൊഴിൽ കിട്ടും,
പലർക്കും പ്രോഫിറ്റ് കിട്ടിയേക്കും, അതിനോട് സബ്ബായിട്ട് ഉപോത്ഭവമായിട്ട് പലർക്കും ജോലി കിട്ടിയേക്കും. ഒരാളൊരു കച്ചവടം തുടങ്ങുമ്പോൾ എത്ര ആൾക്കാർക്കാണ് ജോലി കിട്ടുന്നത്? അതിനോട് സബ്ബായിട്ട്, അതിൻ്റെ ഉൽപ്പന്നമായിട്ട്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് എത്ര ആൾക്കാർക്കാണ് ജോലി കിട്ടുന്നത്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, അത്താജിറു സ്വദൂഖുൽ അമീനു മഅസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഒരു നല്ല കച്ചവടക്കാരൻ സിദ്ദീഖീങ്ങളോട് കൂടെയാണ്, ശുഹദാക്കളോട് കൂടെയാണ് എന്ന് പറയാനുള്ള കാരണം, നമ്മളൊരാൾക്ക് സ്വതക്ക ചെയ്താൽ ആ പൈസ അയാൾക്ക് കിട്ടി, അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കച്ചവടം തുടങ്ങി, അല്ലെങ്കിൽ സമാനമായിട്ടുള്ള എന്തെങ്കിലും തുടങ്ങിയാൽ പലർക്കും തൊഴിൽ കിട്ടും, പലർക്കും പ്രോഫിറ്റ് കിട്ടും, നാടിന് അഭിമാനമാണ്, മുസ്ലിം ഉമ്മത്തിന് അഭിമാനമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉൽപ്പന്നമായി വരുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. നമ്മൾ പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഏൺ ചെയ്യുമ്പോഴും സേവ് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഹലാലായ മാർഗത്തിലൂടെ ചെയ്യാവൂ എന്നുള്ളതാണ്. നമ്മളുടെ സമ്പത്ത് നമ്മളൊക്കെ ഒന്ന് സുബഹിസ്കരിച്ചിട്ടാണ് വന്നത്. എന്തുകൊണ്ടാണ്? നമുക്കൊക്കെ അറിയാം, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളുടെ മേലിലാണ് എടുക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മദ്രസയിൽ പഠിച്ചതാണ്. അത് ഹദീസിൽ വന്നത് എങ്ങനെ? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്നാമത്തേത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. രണ്ടാമത്തേതോ നിസ്കാരം നിർവഹിക്കലാണ്. മൂന്നാമത്തേത് സക്കാത്താണ്. നാലാമത്തേത് നോമ്പാണ്. അഞ്ചാമത്തേത് ഹജ്ജാണ്. ഇത് അറിയാത്ത ഒരു മുസ്ലിമും ഇല്ല. ഇത് അറിയാത്തവരുണ്ടാവും ചെയ്യരുത്. നമുക്ക് ഹജ്ജ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഉംറ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നവരാണ്. റമദാൻ മാസത്തിൽ എല്ലാ നോമ്പും നോൽക്കാറുണ്ട്. ആരും നോമ്പ് ഉപേക്ഷിക്കാറില്ല. നിസ്കാരം ഖളാ ആക്കാതെ എപ്പോഴും ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ സക്കാത്തിൽ നമ്മൾ എന്ത് ശ്രദ്ധ ചെയ്തത്? ഹജ്ജിൻ്റെയും നോമ്പിൻ്റെയും മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനും എത്രയോ സ്ഥലത്ത് സക്കാത്തിനെ എണ്ണിയത്. നിസ്കാരത്തെ പറയുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് സക്കാത്തിനെ 1, 2, 10, 20 സ്ഥലത്തല്ല പരിശുദ്ധ ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തിയത്. 100 കണക്കിന് സ്ഥലത്ത് ഹദീസിലും നിസ്കാരത്തിൻ്റെ തൊട്ടുടനെ പരിചയപ്പെടുത്തുന്നു. എത്രമാത്രം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലത ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. ഈ സ്വർണവും വെള്ളിയൊന്നും സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്നവരോട് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, എന്താ? അവർക്ക് വളരെ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ ആ ശിക്ഷയൊന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ സ്വർണവും വെള്ളിയും ഒക്കെ പരലോകത്ത് നരകത്തിൽ അവരെടുത്ത് വരും. വന്നിട്ട് അവരെ അങ്ങോട്ട് പൊതിഞ്ഞിട്ട് അതിങ്ങനെ ചൂടായിട്ട് ആ ചൂടിൻ്റെ ആ കനം കൊണ്ട് അവരുടെ ഹൃദയവും പള്ളയും വയറും ഒക്കെ ഇങ്ങനെ പൊട്ടി ഒലിച്ച് അവരിങ്ങനെ ഭസ്മമായി തീരും, അല്ലെങ്കിൽ ഇങ്ങനെ നരകിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണർത്തുന്നുണ്ട്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളെല്ലാ നിലക്കും ഓർഡറാണ്. പക്ഷെ നമ്മളെ സമ്പത്തിനെ ഓർഡറാക്കുന്നതിൽ, ശുദ്ധീകരിക്കുന്നതിൽ നമ്മൾ ഓർഡറുണ്ടോ? നമുക്ക് ഒരു ജാഗ്രതയുണ്ടോ എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കണം. ജനങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഞാൻ അധ്വാനിച്ച സമ്പത്ത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും, സമ്പത്തും ദാരിദ്ര്യവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സമ്പത്ത് ആഗ്രഹിക്കണം, സ്വാശ്രയത്വം ആഗ്രഹിക്കണം. പക്ഷെ ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകുന്നത് അത് പരീക്ഷിക്കാൻ വേണ്ടിയായിട്ടായിരിക്കും. ദാരിദ്ര്യം നൽകുന്നതും പരീക്ഷിക്കാൻ വേണ്ടിയായിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗലാ സലാസുൻ മാ തതഅത ഇബ്നു ആദം. 3 കാര്യമില്ലെങ്കിൽ ഒരാളെ അംഗീകരിക്കൂല. അവിടെ ജനങ്ങൾ മൃഗത്തെക്കാളും കഷ്ടമായിരിക്കും. ഏതാ 3 കാര്യം? 1 അൽ ഫഖ്റു വൽ മർളു വൽ മൗത്ത്. ദാരിദ്ര്യം, രോഗം, മരണം. ലോകത്തൊരാളും മരിക്കൂല, ലോകത്തൊരാൾക്കും രോഗവുമില്ല, എല്ലാവരും സമ്പന്നർ. നമ്മൾ മൃഗത്തെക്കാളും കഷ്ടമായിരിക്കും. ഒരാളെ അംഗീകരിക്കൂല. അതുകൊണ്ട് ലോകം പരസ്പരം അംഗീകരിക്കാനും സ്നേഹത്തിലൊക്കെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ 3 കാര്യം അനിവാര്യമാണ്. ഇപ്പോൾ യുക്തിവാദികളൊക്കെ ചോദിക്കും, എന്തിനാ ഈ ദാരിദ്ര്യം? പഠിച്ചോൻ വലിയ റഹ്മാനല്ല, റഹീമല്ലേ, എന്തിനാ ദാരിദ്ര്യം, എന്തിനാ മരണം, എന്തിനാ രോഗം? ഈ 3 കാര്യമല്ലെങ്കിൽ ലോകത്ത് നമ്മൾ മൃഗത്തെക്കാളും കഷ്ടമായിരിക്കും. പരസ്പരം നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്ന, കടിച്ചു കീറുന്ന ഒരു ജന്തു സമാനമായൊരു സമൂഹമായിട്ട് നമ്മളിവിടെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ദാരിദ്ര്യം ഇവിടെ ഉണ്ടാവും, നമുക്ക് ചിലർക്ക് സമ്പത്തും തരും. കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ ആയിരക്കണക്കിന് ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ 90% ബിസിനസ്സും പൊട്ടിപ്പോയതാ. എന്തുകൊണ്ടാണ്?
അത് അള്ളാഹു അവർക്ക് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളടുത്തുള്ള സമ്പത്ത് അത് നമ്മുടേതല്ല, അള്ളാഹുവിൻ്റേതാണ്. നമ്മൾ തന്നെ നമ്മളുടേതല്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യൽ കടുത്ത കുറ്റമാണ്, ഹറാമാണെന്ന് പറയാൻ കാരണം എന്താ? എൻ്റെ ജീവിതം ഞാൻ വിചാരിക്കുമ്പോൾ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വാതന്ത്ര്യം വേണം, എനിക്കൊരു അധികാരം വേണം. അങ്ങനെ അധികാരമില്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഇതുപോലെ നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ യഥാർത്ഥ അവകാശി, യഥാർത്ഥ ഉടമസ്ഥൻ അത് അള്ളാഹുവാണ്. നമ്മളെടുത്ത് അത് കൈകാര്യകർത്തത്തിൽ നിന്ന് തന്നതാണ്. ഇന്ന് എൻ്റെ അടുത്തുള്ളൊരു പൈസ ഞാൻ വേറെ ആൾക്ക് എന്തെങ്കിലും ചിലവാക്കാൻ വേണ്ടി കൊടുത്താൽ അതിൻ്റെ കണക്ക് ശരിക്കും എന്നെ ബോധിപ്പിക്കേണ്ടി വരും, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേണ്ടി വരും. ഇതുപോലെ അള്ളാഹു നമ്മളെടുത്ത് തന്ന സമ്പത്താണ്. എപ്പോഴാണ് ഈ സമ്പത്തിൽ ബർക്കത്തുണ്ടാകുക അത് നമ്മൾ മനസ്സിലാക്കണം. അത് അള്ളാഹു പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുത്ഹിറുഹും. നബിയെ, അങ്ങ് ഇവരിൽ നിന്ന് സക്കാത്തിനെ സ്വീകരിക്കണം. എങ്ങനത്തെ സക്കാത്താണ്? തുത്ഹിറുഹും, ആ സക്കാത്ത് അവരെ ശുദ്ധീകരിക്കും. അപ്പം നമ്മൾ നോമ്പ് വെൽക്കുമ്പോൾ നമുക്ക് ശുദ്ധി ഉണ്ടാകുന്നു, നിസ്കരിക്കുമ്പോൾ ശുദ്ധി ഉണ്ടാകുന്നു. ഇതുപോലെ സക്കാത്ത് കൊടുക്കുമ്പോഴും നമ്മൾ ശുദ്ധീകരിക്കും. നമ്മളെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവും, നമ്മളെ ബിസിനസ് പൊട്ടിപ്പോവില്ല. സക്കാത്ത് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരാളുടെ ബിസിനസ് ഒരിക്കലും പൊട്ടിപ്പോകില്ല എന്നുകൂടി നമ്മൾ നോക്കണം, നമ്മൾ അറിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോൾ തീരുമാനിക്കണം, സക്കാത്ത് ഇനി മുതൽ മര്യാദക്ക് കൊടുക്കും. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൊട്ടിപ്പോയ 10,000-കണക്കിന് ആളുകളെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. പക്ഷെ സക്കാത്ത് കൊടുത്തിട്ടും സ്വതക്ക കൊടുത്തിട്ടും പൊട്ടിപ്പോയ ഒരാളെയും ഈ സദസ്സിൽ നിന്നല്ല ലോകത്ത് ഒരാൾക്കും പറയാൻ കഴിയൂല. സക്കാത്ത് കൊടുത്തിട്ടും സ്വതക്ക കൊടുത്തിട്ടും ആരെങ്കിലും ഇതുവരെ പൊട്ടിപ്പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൊട്ടിപ്പോയാൽ നമുക്കൊരു ടെൻഷനും ഇല്ല. 1000-കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പൊട്ടിപ്പോകുന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നു. പക്ഷെ സ്വന്തം കുടുംബത്തെയോ അയൽവാസിയെയോ അല്ലെങ്കിൽ നാട്ടുകാരെയോ സഹായിക്കാൻ തയ്യാറുള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ തീർച്ചയായിട്ടും സക്കാത്ത് കൊടുക്കുന്ന ഒരു പ്രവണത നമ്മളിലുണ്ടാവണം. ഇനി സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന് 2 തരം സക്കാത്താണുള്ളത്. ഒന്ന് ശരീരത്തിൻ്റെ സക്കാത്താണ്, മറ്റൊന്ന് സമ്പത്തിൻ്റെ സക്കാത്താണ്. ചിലരൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ധനികരിൽ നിന്ന് പാവങ്ങളിലേക്ക് കൈമാറുന്ന ഒരു സാധനമാണ്. യഥാർത്ഥത്തിൽ അങ്ങനല്ല. ധനികരാവണം എന്നില്ല സക്കാത്ത് കൊടുക്കാൻ, ധനികരാവണം എന്നില്ല. ധനികർക്ക് സക്കാത്തുണ്ട്, ധനികരല്ലാത്തവർക്കും സക്കാത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സക്കാത്ത് കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് കച്ചവടക്കാർ എന്നുള്ളത്. കച്ചവടം ചെയ്ത് വളരെ വലിയ സമ്പന്നനായാൽ മാത്രമേ സക്കാത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. കച്ചവടം തുടങ്ങിയ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇന്ന് സക്കാത്ത് നിർബന്ധമാണ്. ഞാൻ അതിലേക്ക് വരുന്നു. ആദ്യമായിട്ട് എന്താണ് സക്കാത്ത് എന്ന് ഞാൻ പറഞ്ഞു, സക്കാത്തിന് ആമുഖം പറഞ്ഞു. ഇനി നമ്മൾ സക്കാത്തിനെ കുറിച്ച് കുറച്ച് മസലകൾ പഠിച്ചാൽ ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കും, പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് ഒന്ന് നമ്മളെ ധാന്യത്തിലാണ്. അത്തരം ആളുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല. നല്ല ബൾക്കായിട്ട് അരി ഉൽപ്പാദിപ്പിക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ, അതുപോലെ ഗോതമ്പ്, നാട്ടിലെ സാധാരണ ഭക്ഷണങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ, അവർ ഒരു നിശ്ചിത അളവ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നനച്ച് നല്ല ചിലവൊക്കെ എടുത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 20-1, അങ്ങനെ നനവൊന്നുമില്ലാതെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നെങ്കിൽ അതിൻ്റെ 10-1 സക്കാത്ത് കൊടുക്കണം. ഇതുപോലെ ചില പഴങ്ങളിൽ സക്കാത്തുണ്ട്. അത്തരം പഴങ്ങളൊന്നും ഇവിടെ നമ്മൾ കൃഷി ചെയ്യാറുമില്ല, നമ്മളെ നാട്ടിൽ ആ ശീലങ്ങളുമില്ല. മറ്റൊന്ന് കന്നുകാലികളാണ്. ഒട്ടകത്തിന് 5 ഒട്ടകം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ആടുകൾ 40 ആടുകൾ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. മാടുകൾ, പശു, കാള, എരുമ, പോത്ത് പോലത്തവർ 30 എണ്ണം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അതും ഇവിടെ കുറവായിരിക്കും. നമുക്ക് സാധാരണ വരുന്നത് നമ്മളെടുത്തുള്ള സ്വർണം, വെള്ളി, കറൻസി എന്ന് പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലുള്ള ഡെപ്പോസിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ കച്ചവടം, ഇതിലാണ് നമ്മൾ സാധാരണഗതിയിൽ സക്കാത്ത് കൊടുക്കേണ്ടത്. സ്വർണം, വെള്ളി ആഭരണമായിട്ട് വെച്ചതാണ്, നമ്മൾ ഉപയോഗിക്കാനുള്ള ആഭരണമായിട്ട് വെച്ചതാണ് എന്നുണ്ടെങ്കിൽ അതിലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഓരോരുത്തരും ഉദ്ദേശത്തിനനുസരിച്ചാണത്. നമ്മൾ ആഭരണക്കാക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷേ അത് ആഭരണമാക്കി ഉപയോഗിക്കൽ ഉദ്ദേശം ഉണ്ടാവില്ല. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലക്ക് ആഭരണമാക്കി വെച്ചതാണ് എന്നുണ്ടെങ്കിൽ
അതിന് സക്കാത്ത് നൽകണം. അതേസമയം ഉപയോഗിക്കുക എന്നുള്ളൊരു പർപ്പസിലാണ് ആഭരണമാക്കി വെച്ചത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സക്കാത്ത് കൊടുക്കണം. ഇതുപോലെ സ്വർണം വെള്ളിയും പോലെ തന്നെയാണ് നമ്മളുടെ കറൻസി എന്നുള്ളത്. അത് ഡോളറിലാണെങ്കിലും ഇന്ത്യൻ റുപ്പയിലാണെങ്കിലും ഡിജിറ്റൽ കറൻസി ആണെങ്കിലും മറ്റേത് കറൻസിയാണ് എന്നുണ്ടെങ്കിലും മൂല്യമുള്ള എല്ലാത്തിനും നമ്മൾ സക്കാത്ത് കൊടുക്കണം. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സ്വർണവും വെള്ളിയും കറൻസിയൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഇന്ന് എൻ്റെ അടുത്ത് നിസാബ് എന്ന് പറയും. നിസാബ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിൽ 595 ഗ്രാം വെള്ളിക്ക് എത്രയാണോ പണം കിട്ടുന്നത് അതാണ് നിസാബ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിസാബ് എന്ന് പറയും, അതെല്ലാവരും മനസ്സിലാക്കണം. ഇന്നത്തെ മാർക്കറ്റിൽ 595 ഗ്രാമിന് എത്രയാണോ പൈസ, ഞാൻ 2-3 ദിവസം മുമ്പ് നോക്കുമ്പോൾ അത് 45,000 ചില്ലറ രൂപയാണ്. അപ്പോൾ ഒരു 45,000 രൂപ ഇന്ന് ഷഅബാൻ 20 അല്ലെങ്കിൽ 21 നമ്മൾ സക്കാത്ത് കണക്കേക്കേണ്ടത് നമ്മൾ ജനുവരി ഫെബ്രുവരി കലണ്ടർ അനുസരിച്ചല്ല, അറബി കലണ്ടർ അനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അറബി കലണ്ടറിനെ കുറിച്ച് ബോധവാനാകണം. എന്നാണ് എൻ്റെ കയ്യിൽ ക്യാഷ് എത്തിയത് എന്ന് നമുക്ക് കൃത്യമായ ബോധം വേണം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാ? ആയത്തു ദൈനാണ്. അതിൽ പറയുന്ന പ്രമേയം എന്താ? ഫൽയക്തുബ് കാത്തിബും ബിൽ അദിൽ എന്നുള്ളതാണ്. നമ്മളെല്ലാ ട്രാൻസാക്ഷനും നമ്മളെടുത്ത് കിട്ടുന്ന പൈസയുടെ ഡേറ്റ് എഴുതി വെക്കണം, പോകുന്ന ഡേറ്റ് എഴുതി വെക്കണം, ഒക്കെ എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റൂ, കറക്റ്റായിട്ട് എവിടെയെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഒക്കെ ചെയ്യാൻ പറ്റുമോ. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിന് കൊടുക്കുന്ന ശ്രദ്ധ, 5 വക്ത് നിസ്കാരത്തിന് കൊടുക്കുന്ന ശ്രദ്ധ സക്കാത്തിനും കൊടുക്കണം. സക്കാത്തിന് ശ്രദ്ധ കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്താ? നമ്മളെടുത്ത് വരുന്ന പൈസകളുടെ ഡേറ്റ് നമ്മൾ എഴുതി വെക്കണം. ഇന്ന് എൻ്റെ അടുത്ത് ഒരു 50,000 രൂപ വന്നു. ആ 50,000 രൂപ അടുത്ത ഈ ദിവസം, അടുത്ത വർഷം ഷഅബാൻ 21 വരെ എൻ്റെ കയ്യിൽ നിന്നാൽ അതിന് 2.5% ഏകദേശം 1,250 റുപ്യ ഉണ്ടാവും. അതിന് 2.5% ഞാൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി. ആ പണം ഞാൻ പിന്നെ എന്ത് ചെയ്താലും അതെനിക്ക് ഹറാമാണ്. എത്രമാത്രം സക്കാത്ത് കൊടുക്കാതെ നമ്മൾ അനന്തരന്മാരത് വീതിച്ചെടുത്താൽ അവർക്ക് പോലും ഹറാമാണ്. അവർക്കത് അവരുടെ സ്വത്തായി മാറുന്നില്ല. അതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം നമ്മളെ മക്കൾക്കാണ്ട് നീക്കി വെച്ച് നമ്മളാണ് മരിച്ചു പോകും, നമ്മൾ ഖബറിൽ അനുഭവിക്കും. അവർ ചിലപ്പോൾ വേണമെങ്കിൽ ദൂർത്തടിച്ച് ജീവിക്കുകയായിരിക്കും. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ നാട്ടിൽ സക്കാത്തൊന്നും കൊടുക്കാത്ത ഒരു മുതലാളി ഉണ്ടായിരുന്നു. ആർക്കും ഒന്നും കൊടുക്കൂല, എല്ലാം മക്കൾ അനന്തരം എടുത്തു. മക്കളാണെങ്കിൽ ഒട്ടുമിക്ക സമ്പത്തും വിറ്റ് തൊലച്ച് വണ്ടിയെടുത്ത് എന്തെല്ലോ കാട്ടിയിട്ട് അതാണ് ചെലവഴിച്ച് കളഞ്ഞു. ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ആ വാപ്പ എത്ര കഷ്ടപ്പെട്ടാണത് ഉണ്ടാക്കിയത്. അതിലാറ് കഷ്ടപ്പെട്ടായിരിക്കും ഒരു പക്ഷേ ഖബറിൽ ജീവിക്കുന്നത്. മക്കളാണെങ്കിലോ ഇതിനായിരുന്നു അയാൾ സക്കാത്തും സ്വതക്കൊന്നും കൊടുക്കാതെ ഇതിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അനന്തരാന്മാർക്ക് പോലും ഇത് ഉപയോഗിക്കൽ ഹലാലല്ല. അതുകൊണ്ട് 50,000 രൂപ ഒരാളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെൽഫിൽ തന്നെ ആവണമെന്നില്ല, അക്കൗണ്ടിൽ വന്നാലും കയ്യിലാണ്. വേറൊരാളെടുത്ത് കടം കൊടുത്തു എന്ന് നോക്കുക. ഞാനിപ്പോൾ ഒരാൾക്ക് 50,000 രൂപ കടം കൊടുത്തു എന്ന് നോക്കുക. അയാൾ എപ്പോഴും എനിക്കത് തിരിച്ചു തരാൻ പറ്റിയ ഒരാളാണ്. വളരെ വലിയൊരു ദാരിദ്ര്യം ബാധിച്ച ഒരാൾക്കാണ് കൊടുത്തത്, അയാൾക്ക് തിരിച്ചു തരാൻ കഴിയൂലെന്ന് നമുക്ക് ഉറപ്പുമാണ്. എങ്കിൽ അതിന് എപ്പോഴാണോ ആ പൈസ കിട്ടുന്നത് അപ്പം സക്കാത്ത് കൊടുത്താൽ മതി. പക്ഷെ കിട്ടുമ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് നോക്കിയിട്ട് അത്രയും വർഷത്തിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതേസമയം എപ്പോൾ ചോദിച്ചാലും കിട്ടും, കടം അവധി ആയ കടാണ്, നമ്മളെപ്പോൾ ചോദിച്ചാലും കിട്ടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ആ കടത്തിനും ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കയ്യിൽ സ്വർണമോ വെള്ളിയോ കറൻസിയോ അത് ഏത് നിലക്കായിക്കോട്ടെ, ഒരു വർഷം കൃത്യമായിട്ട് നമ്മളെടുത്ത് 45,000 രൂപ മൂല്യമുള്ള സാധനം ഉണ്ടെങ്കിൽ, സ്വർണമാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 85 ഗ്രാം നമ്മളെ കയ്യിൽ വേണം. വെള്ളിയാണെങ്കിൽ 595 ഗ്രാം ഇതുപോലെ ഒരു വർഷം നമ്മളെ കയ്യിൽ വേണം. കറൻസിയാണ് എന്നുണ്ടെങ്കിൽ 595 ഗ്രാമിനോട് തുല്യമായ കറൻസി നമ്മളെ കയ്യിൽ വേണം. ഇത് ഏത് നിലക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരാൾ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ കടം കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിലുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ കുറിയുണ്ട്. ഇപ്പോൾ കുറിയിലൊക്കെ 50,000 രൂപ
ഇട്ടിട്ട് ഒരു വർഷം തികയുന്നു നോക്കുക. കുറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ അന്ന് 10,000 റുപ്യ കൊടുത്തു, അപ്പോൾ സക്കാത്തിൻ്റെ കണക്കെത്തിയിട്ടില്ല. അടുത്ത മാസം 10,000 കൊടുത്തു, 20,000 5 മാസം കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അത് സക്കാത്തിൻ്റെ കണക്കിലെത്തിപ്പെട്ടു. അപ്പോൾ ആ 5 മാസം മുതൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കണം. പിന്നെ പിറ്റത്തെ മാസം നമ്മൾ 10,000 വീണ്ടും അടച്ചിട്ടുണ്ടാവും. അപ്പോൾ പിറ്റത്തെ മാസം വീണ്ടും 10,000-ൻ്റെ സക്കാത്ത് കൊടുക്കണം. പിറ്റത്തെ മാസം വീണ്ടും 10,000-ന് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അടുത്ത വർഷം പിറ്റത്തെ മാസം ആകുമ്പോൾ വീണ്ടും 10,000-ൻ്റെ സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഇത്. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സമ്പത്തല്ലാതെ അതിന് വന്ന് എല്ലാ തെറ്റും നമ്മൾ ഉത്തരവാദിയാകും എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് സക്കാത്തിലുള്ളൊരു ശ്രദ്ധ നമുക്ക് വേണം എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇതാണ് കറൻസി അല്ലെങ്കിൽ സ്വർണം വെള്ളിയിലുള്ള സക്കാത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു സക്കാത്താണ് കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ധനികരായി നല്ല കാറുണ്ട്, നല്ല വീടുണ്ട്, കച്ചവടമൊക്കെ വളരെ പുഷ്കലമായിട്ടുണ്ട്, ഫ്ലറിഷായിട്ടുണ്ട്, അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് സക്കാത്ത് കൊടുക്കുക എന്നല്ല ഇസ്ലാം പറയുന്നത്. ധനത്തിനാണ് സക്കാത്ത്, ധനികരിക്കാണ് എന്നുള്ളത് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചതാണ്. ധനികരിക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മുന്നിലിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ധനികരാണെന്ന് എനിക്കറിയാം. നമ്മളെ ഉത്തരവാദിത്തം സക്കാത്ത് മാത്രമല്ല. നമ്മളെ വീട്ടിൽ നാട്ടിൽ ഒരാൾ ഡോക്ടറെ കാണിക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് ചികിത്സ ചെയ്യൽ നിർബന്ധമാണ്. നമ്മൾ തൊട്ട് അയൽപക്കത്ത് എന്ന് പറഞ്ഞാൽ 160 വീടുകൾ നമ്മളെ ചുറ്റുവട്ടത്തും, 40 വീട് 100 സൈഡിക്കും 40 വീട്ടിൽ ആരെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ആളെ ഭക്ഷണം കഴിപ്പിക്കൽ നമുക്ക് നിർബന്ധമാണ്. നമ്മളെ മഹല്ലത്തിൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിവർത്തി കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. പണക്കാരുടെ ഉത്തരവാദിത്തം സക്കാത്ത് മാത്രമാണ്, എപ്പോഴെങ്കിലും കൊടുക്കുന്ന സ്വതക്കയാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇസ്ലാം അതിനെതിരാണ്. അതിന് മുസ്ലിമാണോ അമുസ്ലിമാണോ ഒന്നും വ്യത്യാസമില്ല. മനുഷ്യരാണോ സഹായിക്കണം. ഇത് പണക്കാരുടെ മേൽ നിർബന്ധമാണ്. അപ്പോൾ പണക്കാരുടെ മേൽ നിർബന്ധമായ ഒരു ബാധ്യത മാത്രമാണ് സക്കാത്ത്. അതേസമയം പണമില്ലാത്ത കച്ചവടക്കാരാണ് നോക്കുക, കഷ്ടിച്ചിങ്ങനെ പോവുകയാണ്, കുടുംബത്തെ നോക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. പക്ഷേ അയാൾ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്കും സക്കാത്ത് നിർബന്ധമാണ്. അയാൾക്ക് നേരത്തെ പറഞ്ഞ എല്ലാ ബാധ്യതകളൊന്നും നിർബന്ധമില്ല. ചില മുതലാളിമാരൊക്കെ എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യും, ഉംറ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. കുടുംബത്തിൽ ഇഷ്ടം പോലെ പട്ടിണി എടുക്കുന്നവരുണ്ടാവും, മക്കളെ കെട്ടിക്കാൻ വിഷമിക്കുന്നവരുണ്ടാകും, ഹോസ്പിറ്റലിൽ ഉമ്മാനെയും വാപ്പാനെയും കൊണ്ടുപോകാൻ വിഷമിക്കുന്നവരുണ്ടാകും. ആ ഉംറയും ഹജ്ജിനേക്കാളും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്നതും ഈ പട്ടിണിപ്പാവങ്ങളെ നോക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കലേ നിർബന്ധമുള്ളൂ, ഉംറ ജീവിതത്തിൽ ഒരിക്കലേ നിർബന്ധമുള്ളൂ. അതിന് കൊടുക്കേണ്ട പണം നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക്, നമ്മളുടെ നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കാനാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കച്ചവടം എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും കച്ചവടം തുടങ്ങുന്ന ഡേറ്റ് നമുക്ക് ഓർമ്മ വേണം. ഇപ്പോൾ ഇന്ന് ഞാനൊരു കച്ചവടം തുടങ്ങി, ആ കച്ചവടം എത്ര ചെറിയ പൈസക്ക് തുടങ്ങിയതാണെങ്കിലും അടുത്ത ഷഅബാൻ 21-ന് ഈ കച്ചവടത്തിൻ്റെ മൊത്തം സ്റ്റോക്ക് എടുക്കുമ്പോൾ, കച്ചവട ഉദ്ദേശത്തിന് വേണ്ടി വാങ്ങിയ സാധനത്തിൻ്റെ കച്ചവട ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോക്കുള്ള സാധനത്തെ ഞാൻ മൊത്തം വിലക്കെട്ടണം. വിലക്കെട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ വിൽക്കുന്ന വിലയോ അല്ല, വാങ്ങിയ വിലയോ അല്ല, മാർക്കറ്റ് വിലയാണ് വേണ്ടത്. വിൽക്കുന്ന വില ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഹോൾസെയിലിൽ നിന്ന് വാങ്ങിയ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റ് ആയിരിക്കും. ആ 2 റേറ്റും അല്ല പരിഗണിക്കണം. മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ് എത്രേ, ആ മാർക്കറ്റിലെ റേറ്റിനെ നമ്മൾ മൊത്തം വിലക്കെട്ടണം. ഇത് പറയുമ്പോൾ പണ്ടൊക്കെ വളരെ പ്രയാസമായിരുന്നു. ഇപ്പം എല്ലായിടത്തും കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്, ഒട്ടുമിക്ക കടകളിലും കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. സ്റ്റോക്ക് എത്ര ഉണ്ട് നമുക്ക് കിട്ടും, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ഷഅബാൻ 21 ഇന്ന് തുടങ്ങിയ ഞാൻ അടുത്ത വർഷം ഷഅബാൻ 21 ആകുമ്പോൾ സ്റ്റോക്ക് എടുക്കൽ നിർബന്ധമായിട്ട് നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ സക്കാത്ത് വീട്ടിയവനാവില്ല. റമളാനിൽ കൊടുക്കേണ്ട ഒരു സാധനമല്ല സക്കാത്ത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. റമളാനിൽ നമുക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. അടുത്ത വർഷം കൊടുക്കേണ്ട ഒരു സക്കാത്ത് ഈ റമളാനിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ കഴിഞ്ഞ വർഷമൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും റമളാനിൽ എന്തായാലും കൊടുക്കുകയും വേണം. ആ നിലക്ക് റമളാനിൽ കൊടുക്കുന്നതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല.
പക്ഷേ നമുക്ക് എപ്പോഴാണോ ഡേറ്റ് എത്തുന്നത് അപ്പോൾ കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് സക്കാത്ത് നമ്മൾ കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കാൻ തീരുമാനിച്ചവരൊക്കെ കച്ചവടം എന്നാ തുടങ്ങിയതെന്ന് ഓർമ്മ വേണം. അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ചിലർക്കൊക്കെ. ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് ഹിജ്രി കലണ്ടർ അനുസരിച്ച് എന്നാ ഓർമ്മയില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സൂര്യ കലണ്ടർ അല്ലെങ്കിൽ സാധാരണ ഈ ഗ്രിഗേറിയൻ കലണ്ടർ അനുസരിച്ച് ജനുവരി 10 അല്ലെങ്കിൽ ഫെബ്രുവരി 30 എന്നൊക്കെ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നെറ്റിൽ അടിച്ചു കൊടുത്താൽ അതിൻ്റെ യഥാർത്ഥ ഹിജ്രി കലണ്ടർ നമുക്ക് കിട്ടും. ആ ഹിജ്രി ഡേറ്റ് നമ്മൾ ഓർത്തു വെക്കണം. അങ്ങനെ ആ ദിവസം എത്തുമ്പോൾ നമ്മൾ മൊത്തം സ്റ്റോക്ക് എടുക്കണം. സ്റ്റോക്ക് എടുത്തിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പൈസ ഉണ്ട് എന്നൊക്കെ സ്റ്റോക്ക് എടുത്താൽ മാത്രം പോരാ. ഈ വർഷത്തിനിടയിൽ പ്രോഫിറ്റ് ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. ആ പ്രോഫിറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെക്കുക. പ്രോഫിറ്റ് എടുത്തിട്ട് ഞാൻ മകളെ കെട്ടിച്ചിട്ടുണ്ട്, ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ബസ് വാങ്ങിയിട്ടുണ്ട്, കാറ് വാങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് എന്ന് വെക്കുക. എന്നാൽ അതിനൊന്നും സക്കാത്തില്ല. അതേസമയം ആ പൈസ ഞാൻ പ്രോഫിറ്റാക്കി, നാണയമാക്കി, അല്ലെങ്കിൽ കറൻസിയാക്കി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ അക്കൗണ്ടിൽ സേവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഷെൽഫിലുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ട് എന്ന് വെക്കുക. എന്നാൽ പ്രോഫിറ്റും കൂട്ടണം. അപ്പോൾ പ്രോഫിറ്റ് കൂട്ടണം, മൊത്തം സ്റ്റോക്കിൻ്റെ എമൗണ്ട് കൂട്ടണം, പോരാത്ത ക്യാഷ് ഇൻ ഹാൻഡായിട്ട് നമ്മളെ മേശയിലൊക്കെ കുറച്ച് പൈസ ഉണ്ടാവും. ഇത്തരം ക്യാഷുകളെല്ലാം കൂട്ടിയതിന് ശേഷം ആ സ്റ്റോക്ക് തികയുന്ന അന്ന് അത് 45,000 രൂപ, ഞാൻ നേരത്തെ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ പണമാകുന്നുണ്ട് എന്ന് വെക്കുക. അടുത്ത ഷാബാൻ 21 അന്ന് എത്രയാണോ വെള്ളിയുടെ വില അത്രയാകുന്നുണ്ട് എന്ന് വെക്കുക. എന്നാൽ അതിൻ്റെ 2.5% ക്യാഷായിട്ട് ഞാൻ സക്കാത്ത് കൊടുക്കണം. ഒരുപക്ഷെ എൻ്റെ കച്ചവടം തുടങ്ങാൻ എനിക്കൊരുപാട് കടം ഉണ്ടാവും, അത് പരിഗണനീയമല്ല. എന്നാൽ എനിക്ക് പലയിടത്തുനിന്നും കടം കിട്ടാനുണ്ട് എന്ന് വെക്കുക, അത് ഇതിൽ കൂട്ടുകയും ചെയ്യും. കടം കൊടുക്കാനുണ്ട് എന്ന് വെക്കുക, അത് കൂട്ടുകയും ഇല്ല. ഇങ്ങനെയാണ് സക്കാത്ത്. എന്തുകൊണ്ടാത്? അള്ളാഹു നമുക്ക് വെച്ചൊരു നിയമമാണ്. ഈ സക്കാത്ത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ കച്ചവടത്തിൽ ബർക്കത്ത് വരിക എന്ന് മാത്രമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതെങ്ങനെയാണ് എല്ലാവരും സക്കാത്ത് കൊടുക്കാൻ നിന്നാൽ നമ്മളെ നാട്ടിൽ പട്ടിണിപ്പാവങ്ങളുണ്ടാവുമോ? എപ്പോഴാണ് നമ്മളെ കട വിജയിക്കുക, കച്ചവടം വിജയിക്കുക? ആൾക്കാരുടെ അടുത്ത് പർച്ചേസിങ് പവർ എന്നാ എക്കണോമിക്സിൽ പറയുക. ആൾക്കാരുടെ അടുത്ത് പണം വേണം. ആൾക്കാരുടെ അടുത്ത് പണം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സക്കാത്ത് കൊടുത്ത ആൾക്കാരുടെ അടുത്ത് പണം വരും. സ്വാഭാവികമായിട്ടും നമ്മളെ കച്ചവടം വിജയിക്കും. ഇപ്പം എല്ലാവരും ഇതൊന്നും നോക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടാണ് നമ്മൾക്ക് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് സക്കാത്തിന് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത് ഇതാണ്: നമ്മൾ സ്റ്റോക്ക് എടുക്കണം, നമ്മൾ പ്രോഫിറ്റ് കൂട്ടണം, പ്രോഫിറ്റ് ക്യാഷായി സൂക്ഷിച്ചു വെച്ചത് കൂട്ടണം, ക്യാഷ് ഇൻ ഹാൻഡായിട്ടുള്ളതും കൂട്ടി വെച്ചിട്ട് ഈ എമൗണ്ട് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. ഇന്നത്തെ കാലത്ത് സക്കാത്തിൻ്റെ പേരിൽ ജനങ്ങളെ പറ്റിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ സമൂഹത്തിലൊക്കെ ഇഷ്ടം പോലെ. ഞാൻ ഇപ്പോൾ ഇന്നലെ ഒരു ക്ലാസ് കേട്ട്, ഒരു പ്രസംഗം കേട്ടു, എൻ്റെ അയൽവക്കത്തു നിന്നാണ് കേട്ടത്. അവർ നമ്മളായിട്ടും അങ്ങനെ അത്ര വലിയ അടുപ്പമുള്ളവരോ ഒന്നല്ല. അവർ പറയണത് എന്താ, ഷാബാൻ 15 നോമ്പ് നോൽക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നോമ്പ് നോൽക്കേണ്ടതില്ല. ഒരു സാധു നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഇയാൾക്കെന്താ ബുദ്ധിമുട്ട്? അത് പോട്ടെ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ആരാണ് ഈ പറയുന്നത്? ഞാനിങ്ങനെ പോയോ, അയൽവാസിയല്ലേ, ആരാണ് ഈ പ്രസംഗിക്കുന്നത്? എന്നെക്കാളും പ്രായം കുറഞ്ഞ, തലയിലൊന്നും ഇടാത്ത, വലിയ താടി വെച്ചൊരു മൗലവിയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഷാബാൻ 15 നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. ഇജ്മാഅ് ദീനിൽ തെളിവാണ് എന്ന് ഷാഫി ഇമാം 200 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ഖത്മാക്കിയിട്ടാണ് കണ്ടെത്തിയത്. ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഓരോ മസലയും കണ്ടെത്താൻ ഇഷ്ടം പോലെ ഖുർആന് ഖത്മാക്കിയിട്ടും 10 ലക്ഷം ഹദീസുകൾ സനദടക്കം, സനദ് പറഞ്ഞാൽ ഷാഫി ഇമാം ആരിൽ നിന്ന് സ്വീകരിച്ചു, അവരാരിൽ നിന്ന് സ്വീകരിച്ചു, അവരാരിൽ നിന്ന് സ്വീകരിച്ചു, അങ്ങനെ നബി തങ്ങൾ വരെയുള്ള 10 ലക്ഷം ഹദീസുകൾ സനദടക്കം മനപ്പാടുള്ള, ലോകത്ത് ഇന്നും 50 കോടി മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്ന നേതാവാണ് ഇമാം ഷാഫി. ഈ പ്രസംഗിക്കുന്നതിന് എത്ര ആൾക്കാർ ഫോളോവർ ഉണ്ട്? ഇവന് ഒരു മസല കണ്ടെത്താൻ 200 പ്രാവശ്യം ഖുർആൻ ഖത്മാക്കൽ പോട്ടെ, ജീവിതത്തിൽ 200 പ്രാവശ്യം ഖുർആൻ ഖത്മാക്കുമോ അല്ലെങ്കിൽ ആക്കിയിട്ടുണ്ടാവുമോ? ഇതുവരെ ഒരു മസലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ നോക്കിയിട്ട് മൊത്തം നോക്കിയിട്ട് കണ്ടെത്തിയിട്ടുണ്ടാവുമോ? ഇങ്ങനത്തെ ആളുകൾ വന്നിട്ടാ പറയുക എന്ത്, ഷാഫി ഇമാം പറഞ്ഞതിനെതിരെ, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെതിരെ അത് സുന്നത്തില്ല, അത് സുന്നത്തില്ല. കാലങ്ങളായിട്ട് ജനങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നത്
ഇവർക്ക് മാത്രം കിട്ടിയ ഒരു സാധനം ഇത്ര ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും വലിയ അഹങ്കാരം എന്താ. അപ്പം അത്തരം ചില അഹങ്കാരികളൊക്കെ നമ്മളെ നാട്ടിലും ഉണ്ട്. ചിലർക്ക് സക്കാത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവർ അതുപോലെ പറഞ്ഞു വന്നത് എന്താ, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കി. 80% ജനങ്ങളും അമുസ്ലിങ്ങളായ ഇന്ത്യയിൽ വന്നിട്ട് ഒരു വിഭാഗം പറയുകയാണ് എന്ത്, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വേണം. ഇതൊക്കെ എന്തിനാണ്? മുസ്ലിങ്ങളുടെ ഉള്ള സ്വാതന്ത്ര്യം കൂടി നഷ്ടപ്പെടുത്താനല്ലേ. ഇസ്ലാമിക ഭരണം വേണം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി മറ്റൊരു സൈഡിൽ ഹിന്ദുക്കളും കൂടി ഐക്യപ്പെട്ടാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ. അതുകൊണ്ട് സെക്യുലറായിട്ട് ജീവിക്കാൻ പാടില്ല, എല്ലായിടത്തും യുദ്ധം ചെയ്തെങ്കിലും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞവർ സക്കാത്തിൻ്റെ വിഷയത്തുമ്പോൾ ഒക്കെ ഞങ്ങളെടുത്ത് തന്നാൽ മതി, ഞങ്ങൾ കൊടുത്തോളും എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഇവിടെയൊക്കെ ഉണ്ടാവും. എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ 1-2 വിഷയത്തിലെ അവർക്കൊരു ജാഗ്രത കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ആളുകളെ സക്കാത്ത് ഏൽപ്പിച്ചാൽ നമ്മുടെ സക്കാത്ത് ഒരിക്കലും വിടൂല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്, പലതരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വിധത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. എന്നാൽ സക്കാത്ത് മറ്റൊരു തരം ക്ലാസിഫിക്കേഷൻ എങ്ങനെ? നമ്മൾ വളരെ സ്വകാര്യമായിട്ട് ചെയ്യേണ്ട സക്കാത്തുണ്ട്, പരസ്യമായിട്ട് വേണമെങ്കിൽ ചെയ്യേണ്ട സക്കാത്തുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഭരണാധികാരിൻ്റെ കയ്യിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ചോദിച്ചാൽ. പക്ഷെ അത് എല്ലാ സക്കാത്തും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കറൻസിയുടെ സക്കാത്ത്, സ്വർണം വെള്ളിയുടെ സക്കാത്ത് പോലത്തെ സക്കാത്തുകളൊക്കെ എല്ലാവരെയും എല്ലാവരും ഭരണാധികാരിയെ ഏൽപ്പിക്കരുത്, അല്ലെങ്കിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടതില്ല എന്നാണ്. ഭരണാധികാരി വന്നിട്ട് പറയുക, ഇസ്ലാമിക ഖലീഫ വന്നിട്ട് പറയുക, നിങ്ങളെ സ്വർണത്തിനും വെള്ളിൻ്റെയൊക്കെ സക്കാത്ത് എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാമിക നിയമം. വേറെ ബുദ്ധിമുട്ടുകളും, ഭരണാധികാരി കൊല്ലും വെക്കുക അല്ലെങ്കിൽ വെടിവെക്കും വെക്കുക, അങ്ങനെയൊക്കെയാണെങ്കിൽ അനുസരിച്ചോളണം. കാരണം നമ്മുടെ ജീവിതം പണയപ്പെടുത്താൻ പാടില്ല. അതേസമയം അങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ പോലും അനുസരിക്കരുത്. ഭരണാധികാരിയുടെ അടുത്ത് പോലും കൊടുക്കാണ്ടാത്ത സക്കാത്ത് അത് പിന്നെന്താ ചെയ്യേണ്ടത്? ഞാൻ ജീവിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് സാധുക്കളുണ്ടാവും. ഈ സക്കാത്തിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്ന പോലൊക്കെ പാവങ്ങൾ എന്ന് മുദ്ര കുത്തപ്പെട്ടവർക്ക് കൊടുക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ പാവങ്ങൾ എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കിറ്റ് കിട്ടും, സ്വതക്ക കിട്ടും, സക്കാത്ത് കിട്ടും. അവരെ സഹായിക്കാനാണ് ഈ കമ്മിറ്റികളൊക്കെ. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിഷമം പൊതുജനത്തെ മറ്റൊരാളെ അറിയിക്കാതെ അത് സ്വകാര്യമായി സൂക്ഷിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കുടുംബത്തിലും അയൽവാസികളിലും നാട്ടിലൊക്കെ ജീവിക്കുന്നുണ്ട്. അവരാർക്കും അറിയില്ല, അവരൊക്കെ വളരെ സമ്പന്നരാണ് എന്ന ജനങ്ങളുടെ വിശ്വാസം. പക്ഷെ നമുക്കറിയാം അവരുടെ അടുത്ത് പൈസ ഇല്ല. അങ്ങനത്തെ ആളുകളെ സഹായിക്കേണ്ട ബാധ്യതയാണ് ഒന്നാമത്തെ ബാധ്യത. അതൊന്നും ചെയ്യാതെ ഈ കമ്മിറ്റിക്ക് കൊടുത്ത് മുദ്ര കുത്തപ്പെട്ട ചിലർക്ക് മാത്രം ആ സക്കാത്ത് നീക്കുക എന്നുള്ളത് സക്കാത്തിനോട് ചെയ്യുന്ന ക്രൂരതയാണ്, ഈ ഉമ്മത്തിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതാണ് ഇവിടെ ചിലരൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് സക്കാത്ത് എന്നുള്ളത് ആദ്യം നമ്മളെ കുടുംബത്തിലെ പാവങ്ങൾക്കാണ് കൊടുക്കേണ്ടത്, പിന്നീട് അയൽവാസികൾക്കാണ് കൊടുക്കേണ്ടത്, നാട്ടുകാർക്കേ കൊടുക്കാവൂ. നാട്ടിലൊന്നും പാവങ്ങളില്ല എന്നുണ്ടെങ്കിൽ അത് മറുനാടുകളിലേക്ക് കൊടുക്കുക. അതേസമയം മറുനാടുകളിലെ ആളുകളൊക്കെ നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളോട് സഹായം ചോദിക്കുകയാണെങ്കിൽ സക്കാത്ത് എന്നുള്ളവർക്ക് അവർക്ക് കൊടുത്താലും നമ്മളെ സക്കാത്ത് കൂടും. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുക, നമ്മളൊരു കൊല്ലം കൊടുക്കുക, പാവങ്ങൾക്കൊക്കെ ഒരുപാട് സ്വതക്ക കൊടുക്കുന്നുണ്ടാവും. സക്കാത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവില്ല. ഈ സ്വതക്കകളൊക്കെ നമ്മൾ സക്കാത്തിൻ്റെ നീയത്ത് വെച്ച് കൊടുത്താൽ ഒരുപാട് സക്കാത്ത് അങ്ങനെ വീടും എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് ഈ സക്കാത്ത് കമ്മിറ്റി മറ്റ് ഇതൊക്കെ പറഞ്ഞു വരുന്നവർക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വിടൂല. കാരണം എന്താ? സക്കാത്ത് ഒന്നെങ്കിൽ ഞാൻ സ്വന്തമായിട്ടാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റ് ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ് വേണ്ടി. ആ വ്യക്തി പിന്നെ വേറെ ഒരുപാട് വ്യക്തികളെ ഏൽപ്പിക്കുന്നു, എന്നിട്ട് തോന്നിയിടത്തേക്ക് കൊടുക്കുന്നു. ഈ പരിപാടി ഇസ്ലാമിലില്ല. അപ്പം നമ്മളുടെ പണം അത് ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ, ഇപ്പോൾ എൻ്റെ അയൽവാസി ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, എൻ്റെ അടുത്താണെങ്കിൽ 3 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് അവകാശികൾക്കിടയിൽ അവർക്ക് തികയുന്ന രൂപത്തിൽ എല്ലാവർക്കും 10 റുപ്യ കൊടുക്കുന്ന 100 റുപ്യ കൊടുക്കുന്നൊക്കെ വളരെ മോശപ്പെട്ട ഏർപ്പാടൊക്കെ നമ്മളെ നാട്ടിൽ എങ്ങനെയോ വന്നുകൂടിയിട്ടുണ്ട്. അതൊന്നും സക്കാത്തിന് കൊടുക്കുന്നതിൻ്റെ യഥാർത്ഥ രൂപങ്ങളൊന്നുമല്ല. പാവങ്ങളിങ്ങനെ റോഡ് സൈഡിലൂടെ നടക്കുന്നു, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്നു. അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. കൊടുക്കരുത് എന്നല്ല, നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ജനങ്ങളെ നമ്മൾ മാറ്റാൻ പാടില്ല. സക്കാത്തൊക്കെ വളരെ സ്വകാര്യമായിട്ട് അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക വേണ്ടിയത്.
പക്ഷേ നമ്മളെ വീട്ടിലേക്ക് അവർ സക്കാത്തും ചോദിച്ച് വന്നാൽ കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. പക്ഷെ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഖ്യയായിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ അയൽവക്കത്ത് 3 പാവങ്ങളുണ്ട്. എൻ്റെ അടുത്ത് 3 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കാനുണ്ട്. ഓരോരുത്തർക്കും 1 ലക്ഷം രൂപ കൊടുക്കണം. അത് അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനുള്ള എമൗണ്ടാക്കി കൊടുക്കാം. ഒരാൾക്ക് 1 ലക്ഷം 1.5 ലക്ഷമാണ് ഇപ്പോൾ ആവശ്യം എങ്കിൽ അത് കൊടുക്കാം. മറ്റേ ആൾക്ക് 50,000 ആവശ്യം, അത് കൊടുക്കാം. മറ്റേ ആൾക്ക് 1 ലക്ഷമാണ് ആവശ്യം, അങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനനുസരിച്ച് കൊടുക്കൽ സുന്നത്താണ്. അതൊക്കെ നമ്മൾ സെൽഫായിട്ട് ചെയ്യണം. ഇനി നമ്മളെ നാട്ടിൽ ഒരു പാവുണ്ട്, എൻ്റെ സക്കാത്ത് കൊണ്ട് മാത്രം അയാളുടെ ആ വിഷമം തീരൂല. അങ്ങനെയാണെങ്കിൽ വളരെ സ്വകാര്യമായിട്ട് മറ്റൊരാളോട് പോയിട്ട് നമ്മൾ രണ്ടാളും കൂടി സക്കാത്തൊന്ന് ക്ലബ്ബ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി അയാൾക്ക് കൊടുക്കുക, അങ്ങനെയും പറയുക. അങ്ങനെയൊന്നും അല്ലാതെ നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കുന്ന ആ കമ്മിറ്റിൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്നു, അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, കുറച്ച് പേപ്പർ നടത്താൻ കൊടുക്കുന്നു, മറ്റൊന്ന് പിന്നെ ചാനൽ നടത്താൻ കൊടുക്കുന്നു, മറ്റുള്ളതിന് ഇൻട്രസ്റ്റ് വാങ്ങുന്നു, ഇൻട്രസ്റ്റ് വീണ്ടും കൊടുക്കുന്നു, ചിലർക്ക് ഓട്ടോറിക്ഷ കൊടുക്കുന്നു, ചിലർക്ക് പിന്നെ മകളെ കെട്ടിക്കാൻ കൊടുക്കുന്നു, പകുതി സ്ഥാപനങ്ങൾ നടത്താൻ കൊടുക്കുന്നു. സ്ഥാപനങ്ങൾ നടത്താനും പള്ളി നടത്താനും മദ്രസ നടത്താനും സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടൂല. സക്കാത്ത് വ്യക്തികൾക്ക് കൊടുക്കേണ്ടതാണ്. അത് സ്ഥാപനങ്ങൾക്കോ മദ്രസകൾക്കോ പള്ളികൾക്കോ കൊടുത്താൽ സക്കാത്ത് വിടൂല. നമ്മളതൊക്കെ നടത്തുന്നവരാണ്, പക്ഷെ സക്കാത്ത് പൈസ വാങ്ങിയിട്ട് ഒന്നും ആരും നടത്താൻ പാടില്ല. അതുകൊണ്ട് ഇത് ഉമ്മത്തിലെ പാവങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവകാശം അത് മറ്റുള്ളവർ കളക്ട് ചെയ്തിട്ട് അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പ്രവണത നമ്മളെ നാടുകളിലൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ അത്തരം കാര്യങ്ങളിലൊന്നും കുടുങ്ങരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രദേശമായതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇവിടെയൊക്കെ മീനിൻ്റെ കച്ചവടം ഇത്തരം കച്ചവടമൊക്കെയാണ് കൂടുതലുണ്ടാകുക. മീൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്റ്റോക്കൊന്നും വെക്കൂല. ഇപ്പോൾ ഇന്നാണ് ഞാൻ മീൻ കച്ചവടം തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ അടുത്ത ശഅബാൻ 21 ഒരുപാട് സ്റ്റോക്കൊന്നും ഉണ്ടാവില്ല. കാരണം മീൻ ഇന്നെടുത്ത് ഇന്ന് തന്നെ വിൽക്കുന്ന ഒരു പ്രവണതയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ന് മുതലാണോ ഈ 45,000 ബിസിനസ് ഞാൻ തുടങ്ങിയത്? അപ്പോൾ ആദ്യമൊക്കെ ഞാൻ 10,000 ബിസിനസ്സാണ് തുടങ്ങിയത്. പക്ഷെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും 45,000 മീൻ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് മുതൽ കൊല്ലം കണക്കാക്കണം. എന്നിട്ട് കൊല്ലം തികയുന്ന അന്ന് എത്ര രൂപക്കാണ് വിറ്റത്, അതിൻ്റെ ഇടയിൽ എത്ര പ്രോഫിറ്റ് കിട്ടി, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ കൊല്ലം തികയുന്നെന്ന് ഒരു പക്ഷേ നമ്മളെ ഗോഡൗണിൽ പോയാൽ ഒറ്റ മീനും ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് സക്കാത്ത് നിർബന്ധമില്ല എന്ന് പറയരുത്. ഇതുപോലെ ഹോട്ടലുകാരുണ്ടാവും. വലിയ ഹോട്ടലിലൊക്കെ നമ്മൾ അരിയും സാധനം ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കെടുക്കുമ്പോൾ 45,000-ലധികം ഉണ്ടാവും. ചെറിയ ഹോട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് അരിയും സാധനവും ശഅബാൻ 21 പോയി നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇതുവരെ കിട്ടിയ പ്രോഫിറ്റും അത് ക്യാഷായിട്ട് ബാക്കിയുണ്ടെങ്കിൽ അതും നമ്മളെ ക്യാഷ് ഇൻ ഹാൻഡും ഇതുപോലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളും അതുപോലെ അന്ന് വിറ്റ് കിട്ടിയ പൈസ എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഈ പണം ഉണ്ടെങ്കിൽ കൊടുക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ബിസിനസ്സുകൾക്കൊന്നും ചിലപ്പോൾ സക്കാത്ത് നിർബന്ധമില്ല. ഓലൊക്കെ വളരെ വലിയ ഇപ്പോൾ ഏജൻസി സർവീസ്, ഇപ്പോൾ വളരെ മാരുതീൻ്റെ ഏജൻ്റായിരിക്കും, പക്ഷെ ഒറ്റ കാറും അയാളതല്ല, കമ്പനീൻ്റെ. അയാളിങ്ങനെ കമ്മീഷൻ വ്യവസ്ഥയിൽ വിൽക്കുക, നല്ല പൈസ ഇട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കച്ചവടത്തിന് സക്കാത്തില്ല, പക്ഷെ കറൻസിയുടെ സക്കാത്ത് ഉണ്ടാവും. കാരണം ഈ പൈസയൊക്കെ അയാൾ സേവ് ചെയ്തിട്ട് ഒരു വർഷം അയാളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അയാൾ രക്ഷപ്പെടുന്നുമില്ല. അയാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ബാധ്യതകൾ ഈ ഉമ്മത്തിനോടുണ്ട്. ആ ബാധ്യതകളൊക്കെ അയാൾ ചെയ്യേണ്ടി വരും. സക്കാത്ത് എന്നുള്ള ബാധ്യത ഈ നിലയ്ക്ക് അയാളെ പിടികൂടൂല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളൊക്കെ ചോദിച്ചാൽ ഞാനിന്ന് വൈകുന്നേരം പോകുന്നുള്ളൂ, നിങ്ങൾക്കൊക്കെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചോദിക്കുക. അതുകൊണ്ട് ചോദിച്ചാൽ ഉസ്താദുമാരൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് വേണ്ടതുപോലെ മറുപടി പറയാം. അള്ളാഹു നമുക്ക് സക്കാത്ത് വളരെ ശ്രദ്ധിക്കാനും ഹക്ക് പോലെ നൽകാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്കൊക്കെ ദുനിയാവും ആഖിറവും ഖൈറാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സക്കാത്ത് അഹ്ലുബൈത്തിന് കൊടുക്കാൻ പാടില്ല. തങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അഹ്ലുബൈത്താണോ നോക്കണം. ചില നാട്ടിലൊക്കെ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ തെക്ക് ഭാഗത്തൊക്കെ വന്നാൽ ഞങ്ങളൊക്കെ തങ്ങളെ കയറിക്കി എന്നൊക്കെ ബസ്സിനൊക്കെ പറയുക. നമ്മളൊന്നും തങ്ങളല്ല. അപ്പോൾ തങ്ങൾ എന്ന് പേരുള്ളത് കൊണ്ടല്ല, പക്ഷെ അഹ്ലുബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് ഹദിയ മാത്രമേ കൊടുക്കാവൂ. അത് അവരോടുള്ളൊരു സക്കാത്ത് വിടൂല.
സക്കാത്തിൻ്റെ അവകാശികൾ ഫുഖറാ 8 അവകാശികളാണുള്ളത്. എല്ലാ അവകാശികളും നമ്മളെ ഇന്ത്യയിലില്ല. ഉദാഹരണമായിട്ട് അടിമ, സ്വാതന്ത്ര്യം എഴുതപ്പെട്ട അടിമ എന്നുണ്ട്, അത് നമ്മളെ നാട്ടിലില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുണ്ട്, നമ്മളെ നാട്ടിലില്ല. ഇങ്ങനെയുള്ളതൊന്നുമില്ല. പക്ഷെ നമ്മളെ നാട്ടിലുള്ളവർ ഒന്ന് ഫുഖറാ. അപ്പോൾ എനിക്കിപ്പോൾ 10 റുപ്യ ഒരു ദിവസം ആവശ്യം, പക്ഷെ 5 റുപ്യ പോലും കിട്ടുന്നില്ല. അങ്ങനത്തെ മഹാസാധുക്കൾക്ക് ആ ഫുഖറാ എന്ന് പറയും. എനിക്ക് 10 രൂപ ആവശ്യമുണ്ട്, 9 റുപ്യ വരെ കിട്ടുന്നുണ്ട്, 10 ആകുന്നില്ല. അങ്ങനത്തെവർക്ക് ആ മിസ്കീൻ എന്ന് പറയുക. അതുപോലെ കടക്കാർ, കടമുള്ളവർ, അതുപോലെ വഴിയാത്രക്കാർ. ഇപ്പം നിങ്ങളൊക്കെ ഹൈവേ സൈഡിലും മറ്റൊക്കെ ജീവിക്കുന്നവർ, ഇഷ്ടംപോലെ യാത്രക്കാരൊക്കെ കുടുങ്ങിക്കെടുക്കുന്നവരുണ്ടാവും. പെട്ടെന്ന് വന്ന് വണ്ടി സ്റ്റോപ്പായി, കയ്യിൽ പൈസ ഇല്ല. ഇപ്പോഴത്തെ കാലത്തൊക്കെ പലയിടത്തുനിന്ന് അയച്ചു കൊടുക്കാനൊക്കെ കിട്ടും. പഴയ കാലത്താണിത് കൂടുതൽ മനസ്സിലാവുമായിരുന്നു. അങ്ങനത്തെ ആളുകൾ, അതുപോലെ ഉള്ള ആളുകളൊക്കെയാണ് നമ്മളെ നാട്ടിൽ സക്കാത്തിൻ്റെ അവകാശം. പുതുമുസ്ലിങ്ങൾ അവരെത്ര സമ്പന്നരാണെങ്കിലും അവർക്ക് സക്കാത്ത് കൊടുക്കാം. അങ്ങനത്തെവരൊക്കെ അവിടെ ഉണ്ടാവും. ഈ 5 വിഭാഗമാണ് നമ്മളെ നാട്ടിൽ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും അതുപോലെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ഫക്കീർ മിസ്കീൻ എന്നുള്ള നിലക്ക് കൊടുക്കാൻ പറ്റൂല. അതേസമയം ഞാൻ ഭയങ്കര കടക്കാരനാണ്, എൻ്റെ വാപ്പ നല്ല സക്കാത്തും കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കടക്കാരൻ എന്നുള്ള നിലക്ക് എനിക്ക് സക്കാത്ത് തരാം. അതും കടത്തിൻ്റെ അത്രേ തരാവൂ. എനിക്ക് 10 ലക്ഷമാണ് കട, വാപ്പ 1 കോടി റുപ്യ സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്നാൽ ഫുള്ളും മകനെ എടുക്കട്ടെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്തരം ചില മസലകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികൾ കടക്കാരാണ് നോക്കുക. അപ്പം ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്കും കടത്തിലാണ് ഓടുന്നത്. പക്ഷേ ഈ കടം എന്നുള്ളത് സ്ഥാപനത്തിൻ്റെ കട ആവണമെന്നില്ല. ഇപ്പം ഞാൻ പണക്കാരനായിരിക്കാം, പക്ഷെ എൻ്റെ സ്ഥാപനത്തിന് ഞാൻ കോടികൾ കടം വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പണക്കാരനാണെങ്കിലും എനിക്ക് ജീവിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ സ്ഥാപനത്തിന് ഞാൻ കോടികൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സക്കാത്ത് തരാം. കാരണം ഞാനിത് വീട്ടിൽ നിർബന്ധമായ ഒരാളാണ് ആ നിലക്ക്. അല്ലാതെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് പറഞ്ഞിട്ട് നമ്മൾ ഈ റസീവർമാരുടെ അടുത്ത് ഒന്നും സക്കാത്ത് കൊടുക്കും. സ്ഥാപനത്തിന് സക്കാത്തില്ല, സ്ഥാപനത്തിന് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഈ വ്യക്തികൾ അവർ കടക്കാരാകുമ്പോൾ അവർക്ക് കൊടുക്കാം. അവർക്ക് കിട്ടുന്ന പൈസ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ വക സ്ഥാപനത്തിലേക്ക് നീക്കി വെക്കാം. അങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കും. ഇപ്പം സ്ഥാപനത്തിൽ ഫക്കീർ മിസ്കീന് ആളുകളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫക്കീർ മിസ്കീനെ മാത്രം കേന്ദ്രീകരിച്ച് കൊടുക്കണം. അല്ലാതെ പള്ളിപ്പിരിവിലേക്ക് കൊടുത്തിട്ട് അത് സക്കാത്താക്കുക, മദ്രസൻ്റെ വരിസംഖ്യ കൊടുത്തിട്ട് സക്കാത്താക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കടം കൊടുത്തതുപോലെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതുപോലെയാണ്. അപ്പോൾ അത്തരം സമ്പത്തിനൊക്കെ നമ്മളെപ്പോൾ ചോദിച്ചാലും തിരിച്ചു കിട്ടുന്ന രൂപത്തിലാണ് ഉള്ളതെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും സക്കാത്ത് കൊടുക്കണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യ ഉണ്ടെങ്കിൽ. ഇനി അത് തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയില്ല എന്നൊക്കെ, അഡ്വാൻസ് കൊടുത്തു അയാളായിട്ട് മുങ്ങി, അല്ലെങ്കിൽ കടം കൊടുത്തു അയാളായിട്ട് മുങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ തിരിച്ചു കിട്ടുന്നത് അപ്പോൾ കൊടുത്താൽ മതി. നിങ്ങൾ വാങ്ങിച്ചതാണ്, നിങ്ങൾ അഡ്വാൻസ് വാങ്ങിച്ചതാണ്, നിങ്ങൾ എപ്പോഴും തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ കടം വാങ്ങിയതുപോലെയാണ്, അതിന് സക്കാത്തില്ല. അങ്ങനെ അല്ല, ഇയാൾ കടം വാങ്ങിയതാണല്ലോ. മനസ്സിലായി.
ആ അല്ല, ഇയാൾക്ക് മിൽക്കാകുന്നില്ല. ആ ആ ആ ആ അഡ്വാൻസ് വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കൂല. നിങ്ങൾ വാടകയ്ക്കിൻ്റെ അഡ്വാൻസ് അല്ല ഉദ്ദേശിച്ചത് അല്ലേ? ആ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ അഡ്വാൻസ് ആണ്. ആ ഓക്കെ. അത്തരം അഡ്വാൻസുകളൊക്കെ നമ്മളെ കയ്യിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അഡ്വാൻസ് പലതരത്തിലും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് പിന്നെ അഡ്വാൻസ് വാങ്ങി വെച്ചു. ആ അഡ്വാൻസ് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഞാൻ അഡ്വാൻസ് വാങ്ങുന്നു, അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് വാഹന കച്ചവടക്കാരനാണ് അഡ്വാൻസ് വാങ്ങുന്നു. അത്തരം പൈസകളൊക്കെ ഒരു വർഷം എൻ്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതാക്കണം. ചില അഡ്വാൻസുകളൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ റൂം എടുക്കുന്നു, അപ്പോൾ അഡ്വാൻസായിട്ട് കുറച്ച് പൈസ വാങ്ങി വെക്കും. ആ റൂം ഒഴിഞ്ഞു പോകുമ്പോൾ അപ്പടി അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് നമ്മൾ തൽക്കാലം ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്, അങ്ങനെ വാങ്ങി വെക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. ഫിത്ർ സക്കാത്തും നമ്മൾ നേരിട്ട് കൊടുക്കൽ നിർബന്ധമാണ്. അതും കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ നമ്മൾ സക്കാത്ത് വീടൂല. ഫിത്ർ സക്കാത്തും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ നാട്ടിലെ പാവങ്ങളെ കണ്ടറിഞ്ഞ് സ്വകാര്യമായിട്ട് കൊടുക്കാൻ വേണ്ടി, അല്ലാതെ ഒരു കമ്മിറ്റി ഒന്നായിട്ട് ഒരുമിച്ച് കൂടി അത് കിറ്റായിട്ട് വിതരണം ചെയ്ത് അങ്ങനെയൊന്നും പാവങ്ങളെ അവഹേളിക്കൽ വേണ്ടി. നമ്മളെ കയ്യിൽ എത്രയാണ് സക്കാത്ത് കൊടുക്കാനുള്ളത് അത് സാധുക്കളെ കണ്ടെത്തി അവരിലേക്ക് സ്വകാര്യമായിട്ട് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. കമ്മിറ്റിയെ ഏൽപ്പിച്ച് ആ കമ്മിറ്റിയെ നമ്മൾ വ്യക്തിയെ നമ്മൾ വക്കാലത്താക്കുന്നു. നിങ്ങളെടുത്ത് ഒരാൾ വന്നു, ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ വക്കാലത്താക്കുന്നു, ഏൽപ്പിക്കുന്നു. അദ്ദേഹം അപ്പടി അത് പാവങ്ങളിലേക്ക് വിതരണം ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്കാത്ത് വീടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സക്കാത്ത് വീടിയിട്ടില്ല. ആ വ്യക്തി തന്നെ അത് പാവങ്ങളിലേക്ക് കൊടുത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ സക്കാത്ത് വീടും, ഇല്ലെങ്കിൽ വീടൂല. വ്യക്തികൾക്കാണ് വക്കാലത്ത്, സംഘടനക്ക് വക്കാലത്ത് പറഞ്ഞിട്ട് ഒരു വക്കാലത്ത് എവിടെയില്ല. ആ നമ്മൾ സ്വർണ്ണാഭരണവും ഒരു 200 കിലോ സ്വർണ്ണാഭരണം ഒരാളുണ്ടാക്കിയിട്ടു അല്ലേ? അങ്ങനെ ഒരു ഉദാഹരണം. അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന, സാധാരണ പറഞ്ഞാൽ മിനിമല്ല, ഇപ്പോൾ ഓരോരുത്തരെയും സാധാരണത്വം ഓരോ നിലക്കാണ്. വലിയ രാജാവിൻ്റെ മകളാണ്, അപ്പോൾ ഒരുപാട് ഡ്രസ്സുകളടക്കം സ്വർണം കൊണ്ടാവാം. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതും കഴിച്ച് ഇത് വളരെ അസാധാരണത്താണ്, ഒരു നിലക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതാണ്. ആ ഒരു കതിറിലെത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആഭരണത്തിന് അത്തരം ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പെണ്ണുങ്ങൾ അണിയുന്ന ആഭരണങ്ങളാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്കേ അണിയാറുള്ളൂ, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാറാണ് കൂടുതലും. അതിനൊന്നും സക്കാത്ത് കൊടുക്കേണ്ട. അതേസമയം ആഭരണം വാങ്ങിയത് കച്ചവട ആവശ്യാർത്ഥമാണെന്ന് നോക്കുക, അങ്ങനെയാണെങ്കിൽ കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അല്ല, അങ്ങനെ ഗ്രാമൊന്നുമില്ല, ഇത് പരിധിയില്ല. അതൊക്കെ നമ്മൾ നാട്ടു നടപ്പാണ് പരിഗണിക്കുക. എത്ര? അത് 85 ഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ നിസാബാണ്. ഇപ്പോൾ സ്വർണ്ണക്കട്ടി ആഭരണമൊന്നുമല്ല, അത് 85 ഗ്രാമിലധികം എൻ്റെ കയ്യിൽ ഒരു വർഷം ഉണ്ടാണെങ്കിൽ അതിന് ഞാൻ സക്കാത്ത് കൊടുക്കണം. അതേസമയം ആഭരണത്തിന് അത്തരം നിയമങ്ങളൊന്നുമില്ല, ആഭരണത്തിന് സക്കാത്തില്ല. പക്ഷെ എപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക്, അല്ലാതെ ഒരാൾ വിളവെടുത്തിട്ട് ആഭരണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി എന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ, അതൊക്കെ നാട്ടു നടപ്പിലെ ഒരു പരിധി കഴിഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി.
അതെ, ആ 45,000 രൂപ നമ്മളെ കയ്യിൽ ഒരു വർഷം നിൽക്കുകയും വേണം. അങ്ങനെ ഒരു വർഷം, ഇപ്പോൾ ഇന്ന് എനിക്ക് 45,000 രൂപ എൻ്റെ കയ്യിൽ വന്നു, അടുത്ത ഈ വർഷം ഈ ദിവസം വരെ അതെൻ്റെ കയ്യിൽ നിൽക്കുകയും ചെയ്താൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ നിന്ന് അത് പോയി, പിന്നെ വേറെ ദിവസം വേറെ 45,000 വന്നു, എന്നാൽ സക്കാത്ത് വേണ്ട. ആഭരണല്ലേ, ആഭരണത്തിന് വേണ്ട. 20 പവനൊക്കെ ചെറിയതാ. ആ ആ ആ ആഭരണമായിട്ട് ഇനി ഉപയോഗിക്കാൻ താല്പര്യമുണ്ടോ? സ്ഥിരം ഉപയോഗിക്കുന്നില്ല, പക്ഷെ ആഭരണമായിട്ട് ഉപയോഗിക്കാൻ വെച്ചത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സക്കാത്തില്ല. ഫക്കീർ, മിസ്കീന്, കടക്കാരന്, വഴിയാത്രക്കാരന്, യുദ്ധം ചെയ്യുന്നവൻ ഇസ്ലാമിക മാർഗത്തിൽ, അതുപോലെ പുതുമുസ്ലിം, പിന്നെ സക്കാത്തിൻ്റെ ആമിലീങ്ങൾ, സക്കാത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ഭരണകൂടത്തിൽ സക്കാത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ, ശമ്പളമില്ലാതെ പ്രവർത്തിക്കുന്നവർ, പിന്നെ ആരാ ഒരാളും കൂടി മുഅല്ലഫത്തുൽ ഖുലൂബ് പൊതുവിശ്വാസിയായ എണ്ണിയല്ലേ? അടിമ, മോചനപത്രം എഴുതപ്പെട്ട അടിമ. ഞാൻ പറഞ്ഞു, സക്കാത്തിൻ്റെ കണക്ക് എഴുതാറിനെക്കാണ്ട് ഇവിടെ മേശയും കസേര ഇട്ടിരിക്കുന്നവർക്കൊക്കെ സക്കാത്ത് വാങ്ങാൻ പറ്റൂല. അത് ഇസ്ലാമിക ഭരണാധികാരി ഏൽപ്പിക്കുകയും അയാൾക്ക് അതിൽ ശമ്പളം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾക്ക് സക്കാത്തിൻ്റെ അവകാശിയാകുന്നത്. അപ്പോൾ മഹല്ല് ഇത്തരം വിഷയം അപ്പോൾ രണ്ട് ചോദ്യം. രണ്ട് ചോദ്യം. അപ്പോൾ ആരാണ് പറഞ്ഞത് പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക നല്ലത്. ആയിക്കോട്ടെ, ഞാൻ പറയാം. പിന്നെ രണ്ട് പറയാം. ഒന്ന്, മഹല്ല് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കണം. അപ്പം മഹല്ലിൽ സ്വകാര്യമായിട്ട് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കാം. നമ്മൾ മഹല്ലിൽ ഇത്ര വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്, അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർ മഹല്ല് കമ്മിറ്റിയായിട്ടും ബന്ധപ്പെടണം. എന്നിട്ട് എത്രയാണ് സക്കാത്ത് ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് അതിനെ ഇന്നാലിന് ആളുകളിലേക്കൊക്കെ കൊടുക്കാമെന്ന് പറയാം. പക്ഷെ മഹല്ല് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒന്നായിട്ടാണ്ട് സ്വരൂപിച്ച് പിന്നെ മഹല്ല് കമ്മിറ്റിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ അത് നമ്മളെ പൈസ അല്ല. കൊടുക്കുന്ന ആളെ വളരെ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ കൊടുപ്പിക്കാൻ മഹല്ല് നേതൃത്വം കൊടുക്കണം. രണ്ടു കൂട്ടരെയും നേരിട്ട് ബന്ധിപ്പിക്കാം. ഇപ്പം ഞാൻ സക്കാത്തിൻ്റെ അവകാശിയാണ്, നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാനും ഉണ്ട്. അപ്പോൾ മഹല്ലിലെ ഉസ്താദ് നിങ്ങളെ വിളിച്ചിട്ട് പറയുക, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത് ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കമ്മിറ്റിൻ്റെ അടുത്ത് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലൊക്കെ ബന്ധിപ്പിക്കാം. ഇങ്ങനെ എന്തും ചെയ്യാം. ഇപ്പം നടക്കുന്ന അതല്ല. ഈ കമ്മിറ്റിയാറുണ്ട്, ഒന്നായിട്ടാണ് വാങ്ങും, എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. സക്കാത്ത് വാങ്ങാൻ മുദ്ര കുത്തപ്പെട്ട പാവങ്ങൾ അവരെ വീട്ടിൽ പൈസ ചിലപ്പോൾ കുന്നുകൂടി എടുക്കുന്നുണ്ടാവും. എല്ലാവരും കിറ്റ് കൊണ്ടേ കൊടുത്തിട്ടും. ഇപ്പം ഫിത്ർ സക്കാത്തൊന്നും ചിലപ്പോൾ അവർക്ക് നിർബന്ധം തന്നെ വാങ്ങാൻ പറ്റാത്തവർ തന്നെ ആയിപ്പോയിട്ടുണ്ടാവും, പൈസ വാങ്ങി വാങ്ങി വാങ്ങി. ഇങ്ങനെയുള്ളവർക്കൊക്കെ മുദ്ര കൊടുത്തപ്പെട്ടവർക്കൊക്കെ കൊടുക്കുക. സമൂഹത്തിൽ ഒരുപാട് സാധുക്കൾ അറിയാതെ ജീവിക്കുന്നവരാണ്, അവരിലേക്ക് എത്തൂല. പിന്നെ അവരെ പേപ്പറും ചാനലുകളിലൊക്കെ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യും അടുത്ത കൊല്ലത്തേക്ക്. ഇതൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആ പൈസ, നിങ്ങൾ തരേണ്ട പൈസ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളുകൾക്കാണ് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ നിങ്ങളെ അയൽവാസികൾക്കാണ്, പിന്നെ നിങ്ങളെ മഹല്ലത്തിലുള്ള ആളുകൾക്കാണ്. അത് ആര് എന്നുള്ളതിനൊക്കെ മഹല്ല് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുകയും സക്കാത്തിന് വേണ്ടി മുന്നിൽ നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ വാങ്ങിയിട്ട് ഒന്നായിട്ട് കളക്ട് ചെയ്തിട്ട് ഇഷ്ടം പോലെ അങ്ങനെ ആ പരിപാടി പറ്റൂല.
പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പൈസ ഇട്ടാണ്ട് പക്ഷേ അത് കിട്ടുന്നില്ല. അപ്പോൾ അത്തരം പൈസകൾ ഒക്കെ നമ്മൾ എന്നാണോ കിട്ടുന്നത് അന്ന് സക്കാത്ത് കൊടുത്താൽ മതി. പക്ഷേ എന്നാണോ കിട്ടുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര വർഷം വന്നു ആ വർഷങ്ങൾക്കൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതേസമയം ഓരോ വർഷവും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം അങ്ങനെ കൊടുക്കണ്ട. അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും അവസാനം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയെങ്കിൽ ആ വർഷങ്ങൾക്കൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കോൺട്രാക്ടർമാരുടെ അവസ്ഥ എനിക്കറിയാം. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആ അതെ അത് കൊടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം ഈ വർഷം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കണം. അല്ല നിങ്ങൾക്കത് കിട്ടാനുള്ള പണമായത് അന്നാണ് നോക്കുക. അങ്ങനെയാണെങ്കിൽ അന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അന്ന് മുതൽ ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. എങ്ങനെ? നമ്മൾ അതിൽ ഇത്രയാണ് മാനദണ്ഡം. ഇപ്പോൾ ഓരോരുത്തരും അവനാൻ്റെ കാര്യം തീരുമാനിച്ചാൽ മതി. നമ്മൾ ഉടമസ്ഥതയിലുള്ള പണമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. അല്ലാതെ നമ്മൾക്ക് എനിക്കിപ്പോൾ നിങ്ങൾ ഇന്ന് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഉസ്താദിന് ഞാൻ 1 കോടി ഉറുപ്പ്യ തരാറുണ്ടോ, ഞാൻ അടുത്ത കൊല്ലം മുതൽ 1 കോടി ഉറുപ്പ്യക്ക് സക്കാത്ത് കൊടുക്കാൻ നിങ്ങളൊക്കെ തരുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സക്കാത്ത് വേണ്ട. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കണം. അത് നിങ്ങൾക്ക് ഉടമസ്ഥതയിലുള്ള പണമാകുന്നുണ്ടോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പം പിന്നെന്താ നടക്കുന്നത്? നിങ്ങൾ വർക്ക് ചെയ്തു പൈസ കിട്ടുന്നില്ല, അതാണ്. അതാ. അപ്പം അത് കിട്ടും എന്ന് ഉറപ്പുള്ളതുമാണ്. കിട്ടുന്ന ഉറപ്പില്ലാന്നുണ്ടെങ്കിൽ അന്ന് കൊടുത്താൽ മതി. അതൊക്കെ ഇപ്പോൾ ഓരോരുത്തരെ കേസ് നമ്മൾ ഓരോരുത്തരോടും വിശദമായിട്ട് ചർച്ച ചെയ്യണ്ട. ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഇപ്പം ഒരു സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 6 മാസം കൂടുമ്പോൾ ഡി ആകുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് DA 2019 ജൂലൈ മുതലുള്ളത് കിട്ടാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ സർവീസ് റൂൾ അനുസരിച്ച് ഓരോ 6 മാസം കൂടുമ്പോഴും അത് ഡ്യൂ ആകുന്നുണ്ട്. പക്ഷേ കയ്യിലേക്ക് തരുന്നതിനുള്ള ഉത്തരവ് വേറെങ്കിലും ഒരു 3 വർഷമോ 4 വർഷമോ കഴിഞ്ഞായിരിക്കും. അപ്പം എനിക്ക് ബോധ്യമുണ്ട് 2019 ജൂലൈ മുതൽ 2020 ജനുവരി വരെ ഇത്ര പെർസെൻറ്റേജ് എൻ്റെ ഡ്യൂ ആയിട്ടുണ്ട്. അത് കിട്ടുന്നത് ഒരു പക്ഷേ 2024 ഇതുവരെ കിട്ടാത്തതാണ്. സക്കാത്ത് കൊടുക്കണ്ട. അത്തരം ദിനമൊന്നും സക്കാത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മളെ PF-ലാണെങ്കിലും അതുപോലത്തെ ഫണ്ടുകളിലൊക്കെ ആണെങ്കിൽ സക്കാത്ത് പൈസ ഉണ്ട് എന്ന് ഗവൺമെൻറ് പറയും, പക്ഷേ അക്കൗണ്ടിലേക്ക് വരില്ല. വന്ന് നമുക്ക് ചോദിച്ചാൽ കിട്ടൂല. ഇതൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന ഒരു രൂപത്തിലെങ്കിലും ആവണം. അങ്ങനെ ആകുമ്പോൾ അതിനൊന്നും സക്കാത്ത് കൊടുക്കണ്ട. PF-ൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ്, അതിന് എന്തായാലും കൊടുക്കാൻ വേണ്ടി. ബില്ല് നിങ്ങൾ വർക്ക് ചെയ്ത പൈസയുടെ അഡ്വാൻസ് എമൗണ്ട് നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. ആ ആ അല്ല, അതൊക്കെ കടം വാങ്ങിയതുപോലെയാണ്. നമ്മൾ ആ പൈസേൻ്റെ ഉടമസ്ഥനല്ല. അതൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മാത്രമാണ്. അത് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും, നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. സ്റ്റോക്ക് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ക്യാഷ് ഇൻ ഹാൻഡ്, ഇതിനിടയിൽ ആ വർഷത്തിൽ വാഹനങ്ങൾ വല്ലതും വാങ്ങിയാൽ അതിനൊന്നും സക്കാത്ത് ഇല്ല. പക്ഷെ എൻ്റെ സംശയം അവിടെയാണ്, ആ വാഹനം വാങ്ങുന്നത് നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണല്ലോ. ആ പ്രോഫിറ്റ് എന്നായിക്കോട്ടെ, പക്ഷെ വാഹനം നിങ്ങൾ കച്ചവട ആവശ്യാർത്ഥം വാങ്ങിയതാണെന്ന് നോക്കുക. കച്ചവടം ചെയ്യാൻ ചരക്കായിട്ട് വാങ്ങിയതാണെന്ന് നോക്കുക. ഇപ്പോൾ ഈ കച്ചവടത്തിന് നിങ്ങൾക്ക് വന്നു പോകാൻ ഈ ഒരു കാറുണ്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ കച്ചവടത്തിന് കമ്പ്യൂട്ടറും അതുപോലെ ഒക്കെ വാങ്ങുന്നത് പോലെയാണ്.
എന്നാൽ ഈ കാർ തന്നെയാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് എന്നൊക്കെ, എന്നാൽ പിന്നെ നമ്മളെ സ്റ്റോക്കിൽ അത് പെടും. അതേസമയം ആ പൈസ കൊണ്ട് നിങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാറ് വാങ്ങി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സക്കാത്ത് പെടൂല, ചിലവാക്കിയ പൈസയാണ്. ആ ഞാനും നിങ്ങളും തമ്മിൽ മലയാളത്തിലെ സ്ലാങ്ങിന് കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട്, പിന്നെ ഇത് ബോക്സ് ഇങ്ങോട്ടും അല്ല, അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മതി മതി. ആ ആ നിങ്ങൾ ഭൂമി കച്ചവടക്കാരനാണോ? ആ ആ ആ ആ അതെ അതെ. അല്ല, അപ്പോഴാണ് ശരിയാകുക. ഭൂമി കച്ചവടക്കാരനാണെങ്കിൽ മസല വേറെയാണ്, കാരണം ഭൂമിയാണല്ലോ വാങ്ങുന്നത്. ആ നിങ്ങൾ ഭൂമി വാങ്ങിയത് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭൂമി കച്ചവടക്കാരനാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഭൂമിക്ക് 45,000 റുപ്യയിലധികം ആ ഭൂമിക്ക് വില ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതേസമയം ഭൂമി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതാണ്, പക്ഷേ 3 വർഷം കഴിഞ്ഞപ്പോൾ ആവശ്യമില്ല, വിൽക്കാൻ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ സക്കാത്തുമില്ല. മറ്റേ നിങ്ങൾ കച്ചവടക്കാരനായി. അത് ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് നിർബന്ധമാണ് കൊടുക്കൽ. കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ വിൽക്കുമ്പോഴെങ്കിലും കൊടുക്കണം, അപ്പോഴെങ്കിലും കൊടുക്കണം. പക്ഷേ ഓരോ വർഷം കഴിയുമ്പോഴും സക്കാത്ത് നിർബന്ധം. അത് നമ്മളെ സ്റ്റോക്കിൽ കൂട്ടൂല. ആ മുതലുകളെ കംപ്ലീറ്റ് കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണ്ട. ഞാൻ നേരത്തെ ലാഭവിഹിതം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലാഭവിഹിതം നീക്കി വെച്ചാൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ലാഭവിഹിതം ഉപയോഗിച്ചാൽ സക്കാത്ത് കൊടുക്കണ്ട. പൈസ ആയിട്ടോ അല്ലെങ്കിൽ സ്വർണ്ണോ വെള്ളിയായിട്ടോ ഒക്കെ മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ എങ്ങനെ അതെ. അപ്പോൾ കിട്ടുന്ന ക്യാഷ് കൊണ്ടൊക്കെ നിങ്ങൾ വേറെ സാധനങ്ങളാണ് വാങ്ങുന്നത് നോക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സക്കാത്തില്ല. ഇല്ല. ഒരു വർഷം ഇന്നു മുതൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ആ ഒരു വർഷമാകുമ്പോൾ നിങ്ങളെ സ്റ്റോക്ക് എടുക്കണം. ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് നിങ്ങൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതുണ്ടാവാം, കയ്യിൽ മാറ്റി വെച്ചതുണ്ടാവാം. അത്തരം പ്രോഫിറ്റുകൾ നോക്കണം, ക്യാഷ് ഇൻ ഹാൻഡ് നോക്കണം. അതേസമയം ആ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജീവിതത്തിൽ മകളെ കെട്ടിച്ചിട്ടുണ്ടാവാം, സ്വർണം വാങ്ങിയിട്ടുണ്ടാവാം, വണ്ടി വാങ്ങിയിട്ടുണ്ടാവാം, ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതൊക്കെ സക്കാത്തിന് പുറത്താണ്. സ്റ്റോക്ക് പ്ലസ് നീക്കി വെച്ച പ്രോഫിറ്റ് പ്ലസ് ക്യാഷ് ഇൻ ഹാൻഡ്. വലൈക്കും സലാം. നോമ്പ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, നോമ്പും സംഘടിതമായിട്ടാ. അപ്പോൾ ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ ഹജ്ജ് സംഘടിതമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആണ് ചെയ്യുന്നത്, ആൾക്കാരവിടെ വരുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് വേറൊരുപാട് ആൾക്കാർ കൂടിയിട്ട് ഹജ്ജ് ചെയ്യല്ലല്ലോ, അങ്ങനത്തെ സംഘടിതമല്ല. നിസ്കാരവും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ സംഘടിപ്പിച്ച് നിസ്കരിക്കല്ല, അത് മയ്യത്ത് നിസ്കാരം മാത്രമാണ്. അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് വേറൊരുപാട് ആൾക്കാർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഞാനും ഞങ്ങളെല്ലാവരും കൂടിയാണ് ഒരുമിച്ച് സക്കാത്ത് കൊടുത്ത് വെച്ചിട്ട് സക്കാത്ത് വിടും. അത് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ നോമ്പും നിസ്കാരവും ഹജ്ജൊന്നും മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റൂലല്ലോ, അതുപോലെ സക്കാത്തും പറ്റൂല. ഓ, പാവങ്ങൾക്ക് അവകാശികൾക്ക് ആരാ ചോദിക്കുന്നത്? പറ്റും, അവകാശികൾക്കാണെങ്കിൽ വീട് വെച്ച്. പക്ഷേ ഞാൻ സാധനങ്ങളൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കോ അങ്ങനെ പറ്റൂല. നമ്മൾ സക്കാത്തായിട്ട് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കണം. സ്വർണ്ണമാണെങ്കിൽ സ്വർണം കൊടുക്കണം, കറൻസി ആണെങ്കിൽ കറൻസി കൊടുക്കണം, അത് കൊടുക്കണം. അതുകൊണ്ട് വീടുണ്ടാക്കിക്കോ നമുക്ക് പറയാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘടിതാക്കാം. ഞാനും ഇവരൊക്കെ പാടെ ഞങ്ങളൊരു അഗ്രിമെൻറ്റിലെത്തുന്നു, നമ്മളൊക്കെ സക്കാത്തൊന്ന് പൂൾ ചെയ്യാം, എന്നിട്ട് ഞങ്ങൾ സംഘടിതമായിട്ട് കൊടുക്കുന്നു. അല്ലാതെ ഇവിടെ ഒരു കമ്മിറ്റി നിലവിൽ വരുന്നു, ആ കമ്മിറ്റി അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും പറ്റില്ല. അത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അല്ല, അങ്ങനെ ഒരു സംഘത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട. ഏതായാലും നിങ്ങൾ പറഞ്ഞു പോയി. എന്തിന്? പരസ്പര സഹായം എന്ന് പറഞ്ഞാൽ തന്നെ ശരിയായില്ലല്ലോ. സക്കാത്ത് കൊണ്ട് പരസ്പരം കൊടുക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം കൊടുക്കുക, അങ്ങനെ എങ്ങനെ എനിക്കറിയില്ല. അപ്പം അങ്ങനെയൊന്നുമല്ല സക്കാത്ത് ചെയ്യേണ്ടത്. സക്കാത്ത് നിങ്ങളെടുത്ത് 1,00,000 റുപ്യ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ കുടുംബത്തിലോ അയൽവാസികളിലൊക്കെ പാവപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. അവരെ നിങ്ങൾ കണ്ടറിയാണ് വേണ്ടിയത്. എന്നിട്ട് നിങ്ങളടുത്ത് പൈസ ബാക്കിയുണ്ട് നോക്കുക. നിങ്ങൾ തൊട്ടടുത്ത ആൾക്കാർ അടുത്ത് സക്കാത്തിന് അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അയാൾ നേരിട്ട് ഏൽപ്പിക്കുകയാണ് വേണ്ടിയത്. അത് വേറെ സക്കാത്തുമായി ബന്ധപ്പെട്ടൊരു മസലല്ല. ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാനെന്ന് പറയുന്നില്ല, പിന്നെ അത് എവിടെയെങ്കിലും ക്ലിപ്പാക്കി പോവും. ഒരു വ്യക്തി, അയാൾക്ക് സിനിമ ടാക്കീസ് ഉണ്ട്, പിന്നെ ഒരുപാട് ഹറാമായ സമ്പത്തുണ്ട്, ഹലാലായ സമ്പത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ അടുത്തുനിന്ന് സ്വതക്ക വാങ്ങാൻ പറ്റുമോ? നമുക്ക് കിട്ടിയ പൈസ ഹലാലാണ് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. ഇപ്പോൾ നമ്മൾ പേര് കേട്ട സമ്പന്നർക്കൊക്കെ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരാണ്, എന്നിട്ട് നമ്മൾ സമ്പത്ത് ഓരോരുത്തു നിന്ന് സ്വതക്ക വാങ്ങണ്ടല്ലോ. അതേസമയം അയാളുടെ അടുത്തുള്ള പൈസ പൂർണ്ണമായും ഹറാമാണ് നമുക്ക് ഉറപ്പാണ് നോക്കുക, എന്നാൽ അയാളുടെ അടുത്ത് നിന്ന് സ്വതക്കയും വാങ്ങാൻ പാടില്ല, അധികം വാങ്ങാൻ പാടില്ല. നമ്മൾ ജീവൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുക, ലറൂറത്തിൻ്റെ അവസ്ഥ എന്ന് അറബി പറയുക. അങ്ങനെയാണെങ്കിൽ വാങ്ങാം. ഇതുപോലെ നമുക്ക് കിട്ടുന്ന പൈസ ഹറാമായ പൈസയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാൻ പാടില്ല. അത് ഹലാലായ പൈസയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഏകദേശം അതിനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ വാങ്ങാം. അതിൽ അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഓരോരുത്തരുടെ കേസും അവനവൻ ചിന്തിക്കേണ്ടതാണല്ലോ ഇത്തരം കേസുകളൊക്കെ. അതിൽ ഹലാലും ഹറാമും കൂടിക്കലർന്നതാണ്. അപ്പോൾ മഹാഭൂരിപക്ഷവും ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു മസല, അതിൻ്റെ വിധി ഇങ്ങനെയാണ്. അപ്പം ഞാനാണ് അങ്ങനെ നടത്തുന്നത് വിചാരിച്ചോളി. അപ്പം എൻ്റെ കയ്യിൽ ഹലാലായ സമ്പത്തുണ്ട്, ഹറാമായ സമ്പത്തുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ വേറൊരാൾക്ക് സദക്ക കൊടുക്കുമ്പോൾ അയാൾക്ക് ഇത് വാങ്ങാൻ പറ്റുമോ എന്നല്ല ചോദ്യം. അപ്പോൾ അയാൾക്ക് കിട്ടിയ പൈസ ഹലാലിൽ നിന്നാവാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് വാങ്ങാം. എൻ്റെ കയ്യിൽ ആകപ്പാട് ഞാൻ ചെറിയൊരു സമ്പന്നനാണ്, കുറഞ്ഞ പൈസ എൻ്റെ അടുത്തുള്ളൂ, അത് ഒട്ടുമിക്ക പൈസയും ഹറാമാണ് എന്ന് എല്ലാവർക്കും ഉറപ്പാണ്, ഈ വാങ്ങുന്ന ആൾക്കും ഉറപ്പാണ്. അയാൾക്കാണെങ്കിൽ ഞാൻ ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്, അപ്പം അയാൾക്ക് ഉറപ്പാണ് ഈ കിട്ടിയത് ഹറാമെന്നാണ്, അപ്പം അയാൾക്ക് വാങ്ങാൻ പാടില്ല. അതേസമയം ഞാൻ മഹാസമ്പന്നനാണ്, കുറച്ച് പൈസയൊക്കെ ഹറാമെന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ വാങ്ങരുത് നമ്മൾ പറയേണ്ടതില്ല. അല്ല, അത് വേറെയാണ്. ഇതിൻ്റെ അർത്ഥം അങ്ങനെ ഹറാമായ ബിസിനസ് ചെയ്യണം എന്നല്ല. ഒരു ചെയ്യുന്ന ആളെ നമ്മൾ കണ്ടു, ചെയ്യാൻ പാടില്ല, അത് അയാളെ ഹുക്കുമല്ലല്ലോ ചോദിക്കുന്നത്, വാങ്ങുന്ന ആളെ കുറിച്ചല്ല നിങ്ങൾ ചോദിക്കുന്നത്. ചെയ്യുന്ന ആളെ കുറിച്ചാണോ വാങ്ങുന്ന ആളെ കുറിച്ചാണോ ചർച്ച? ഞാൻ ആരെ കുറിച്ചാ പറയേണ്ടത്? കൊടുക്കുന്ന ആള് ചെയ്യുന്നത് തനിച്ച ഹറാമാണ്, ചെയ്യാൻ പാടില്ല. അങ്ങനെ അല്ല,
അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അതൊക്കെ വേറെ വിഷയമാണ്. ഞാൻ പറയട്ടെ, ഒരാള് ഇത് വാങ്ങുന്നതിനെ കുറിച്ചാണ് ചർച്ച. അതേസമയം അയാൾ ആ ബിസിനസ് ചെയ്യാൻ പറ്റുമോ, ഹറാമാണ്, അതിലിപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. രണ്ടും രണ്ടാണ്. അതെ. അപ്പോൾ വാങ്ങുന്നവരെങ്ങനെയാണ് വാങ്ങുന്നത്? അയാളടുത്ത് ഹലാലായ ഒരുപാട് സമ്പാദ്യം ഉണ്ട് എന്നുള്ളതിൽക്കാണ്, അതിൽ നിന്നാണ് വാങ്ങുന്നത്. സ്ത്രീധനം അത് ഭർത്താവിന് ഉടമസ്ഥപ്പെടുത്തി കൊടുത്തതാണ് നോക്കുക. എന്നിട്ട് ഭർത്താവിൻ്റെ കയ്യിൽ അത് ഉണ്ട് എന്നും വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് ഭർത്താവ് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതേസമയം ഭർത്താവിന് ഉടമസ്ഥപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്ന് വെക്കുക, പെണ്ണെപ്പോൾ പോരുമ്പോഴും സ്ത്രീധനമായിട്ടാണ് പോരുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വാപ്പ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതെ. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ, സ്ത്രീധനം കൊടുത്തവരൊക്കെ ഇത് ഭർത്താവിന് ഉടമപ്പെടുത്തി കൊടുക്കുക. ഭർത്താവ് ഏതായാലും അത് ഉപയോഗിച്ച് പോയിട്ടുണ്ടാവുമല്ലോ. അല്ലാതെ ഒരു കടം എന്നുള്ള നിലക്ക് വെച്ചാൽ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മോൾക്ക് ഉടമസ്ഥപ്പെടുത്തി കൊടുത്താൽ മതി. മോള് അവിടെയാണല്ലോ, മോളുടെ സമ്പത്തായിട്ട് കൊടുക്കുക, മോളത് ഉപയോഗിച്ചു. അങ്ങനെ ഉദ്ദേശിച്ചത്. ഓക്കെ. പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കലാണ് നല്ലത്. മൂപ്പർക്ക് മനസ്സിലാക്കണത്. നമ്മൾ ഒരിക്കലും ഹറാമും ഹലാലും കൂടിക്കലർന്ന് ബിസിനസ് നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കരുത്. ഹലാലായ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കാവൂ. ഹറാമുണ്ടെങ്കിൽ അവരെ ഉണർത്തി കൊടുക്കണമൊക്കെ വേണം. പക്ഷെ ഒരു സാധു അയാളടുത്ത് നിന്ന് വാങ്ങുന്നത് നമ്മൾ ഹറാമാണെന്ന് പറയും ചെയ്യരുത്. അപ്പം ഇൻഷാ അല്ലാഹ് വളരെ പണ്ഡിതന്മാരുള്ള നാടാണ്. എല്ലാവരും സക്കാത്തിൻ്റെ മസലകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഒരു സംശയം കൂടി, അതും കൂടി നിർത്തിയിട്ട്, അത് ഖുർആനാണ്. അഹ്ലു ബൈത്തോ? ഇല്ല. എട്ട് വിഭാഗങ്ങളെയും ആയത്തിൽ എണ്ണുന്നുണ്ട്. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീന എന്ന് പറഞ്ഞ ആയത്തിൽ 8 വിഭാഗമുണ്ട്. ഞാൻ അങ്ങനത്തെ ആയത്തും ഹദീസൊന്നും ഓതിയിട്ടില്ല. എൻ്റെ അടുത്തുണ്ട് ആയത്തും ഹദീസൊക്കെ, ഞാൻ ഇതിലേക്കാണ്ട് നോക്കിയിട്ടില്ല. സൂറത്ത് തൗബയിൽ 60-ാമത്തെ ആയത്താണ്. അതെ. അപ്പോൾ ഇതൊക്കെ ചോദിക്കാനുള്ള കാരണം, അതിലൊക്കെ ചിലരൊക്കെ പരിചയപ്പെടുത്തും മുല്ലാമിലീന അലൈഹ, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. ഈ സക്കാത്തിന് വേണ്ടിയിട്ട് ആരാണ് പ്രവർത്തിക്കുക എന്ന് എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ഭരണാധികാരിക്ക് കീഴിൽ ശമ്പളമില്ലാതെ വർക്ക് ചെയ്യുന്ന ആമിലിനെയാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ സക്കാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സഞ്ചരിച്ച് നടക്കുന്നവരോ മേശിൻ കസേരയിട്ട് നടക്കുന്ന നമ്മളെ നാട്ടിൽ ആമിൽ എന്നുള്ളതിനൊരു പ്രസക്തി ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിർത്തും. മഹറിന് സക്കാത്തില്ല, കാരണം അത് ആഭരണമായിട്ടല്ല കൊടുക്കുന്നത്. ആഭരണം അണിയാനുള്ളതല്ലേ. അത് ആഭരണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇല്ല. അതേസമയം പണമായിട്ടാണ് എന്താ ചെയ്യുന്നത്, മഹർ കൊടുക്കുന്നതെന്ന് വെക്കുക. എന്നാൽ പിന്നെ അത് പെണ്ണിൻ്റെ കൈവശം 1 വർഷത്തിലധികം അത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. പെണ്ണ് സക്കാത്ത് കൊടുക്കേണ്ടി. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ
നമ്മൾ എല്ലാ മതങ്ങളെയും പരിഗണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാട്ടിലെ മുതലാളിമാർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ആ മുസ്ലിങ്ങളെ എല്ലാവരെയും പരിഗണിക്കണം. പക്ഷെ സക്കാത്ത് എന്നുള്ളതൊരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. അത് ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങൾപ്പെട്ട ഒരു ആരാധനയാണ്. ആ ആരാധന നമ്മളത് മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ വേറുള്ള ഒരുപാട് ബാധ്യതകളുണ്ട്. അത് പലർക്കും എല്ലാ നാട്ടുകാരെയും പരിഗണിക്കണം. ഏതുപോലെ ഉളുഹിയ്യത്ത് അർത്താൽ അതൊരു ആരാധനയാണ്, അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കാവൂ. അക്കീക്കത്ത് മുസ്ലിങ്ങൾക്ക്, അതുപോലെ സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കാവൂ. അതേസമയം നമ്മുടെ നാട്ടിൽ ഒരു അമുസ്ലിമും പട്ടിണി എടുക്കാൻ പാടില്ല, അത് നാട്ടിലെ മുതലാളിയുടെ മേലിൽ നിർബന്ധമാണ്. അത് സക്കാത്തായിട്ടല്ല കൊടുക്കേണ്ടത്, വേറെ നിലക്കാണ് കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ആഴത്തിലിറങ്ങി ചർച്ചയ്ക്കും ഒരുപാട് സംശയങ്ങൾക്കുമൊക്കെ വേദിയാകേണ്ട ഒരു വിഷയമാണ് സാമ്പത്തികമായ രംഗം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർ ചലനങ്ങൾ SYSൻ്റെ നേതൃത്വത്തിൽ ഇനിയും ഉണ്ടാകും. പ്രഗത്ഭരായ ഉസ്താദന്മാരെയും നമ്മുടെ നാട്ടിലുള്ള കഴിവുള്ള ഉസ്താദന്മാരെയൊക്കെ വെച്ച് ഒരു പഠന ക്ലാസ് പോലെ തന്നെ ഇതിൻ്റെ തുടർ പദ്ധതികൾ ഉണ്ടാകും. അതിനായി നമ്മുടെ കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുവരെയും നമ്മോട് സംബന്ധിച്ച മർക്കസ് നോളജ് സിറ്റി ശരിയായുടെ അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി ഉസ്താദിനും ആമുഖം അവതരിപ്പിച്ച മുസ്തഫ സഖാഫി ഉസ്താദ്, നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി റൌഫ് സഖാഫി ഉസ്താദ്, നമ്മുടെ നാട്ടിൽ മുൻപ് സേവനം ചെയ്തിരുന്ന സുബൈർ സഖാഫി ഉസ്താദ്, നോഹി സഖാഫി അടക്കമുള്ള എല്ലാവർക്കും സോൺ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് ഈ സദസ്സിനെ ഭംഗിയാക്കിയ എല്ലാവർക്കും അല്ലാഹു തആല നാഫിയായ ഇൽമ് ധാരാളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബൈർ സഖാഫി ഉസ്താദിൻ്റെ ചെറിയ ദുആയോടെ ഈ പരിപാടി അവസാനിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദ്വാരന്നാ മതി എന്നാണ് നമ്മൾ ഇർഫാനി ആദ്യം തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ആ വാക്ക് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നും തന്നെ ഞെട്ടിപ്പറയുന്നില്ല. നേരത്തെ ഇവിടെ ചോദിച്ച ഹറാമും ഹലാലും കലർന്ന സമ്പത്ത്, ഹലാലും ഉണ്ട് ഹറാമും ഉണ്ട്. അപ്പോൾ അവിടെ 2 ഭാഗവും ഇസ്ലാം വീക്ഷിക്കുന്നുണ്ട്, വെറും ഹറാമ് മാത്രമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന കാശ് ഹറാമാണ് എന്ന് ഉറപ്പായാൽ അയാൾ ആ മാളിലുള്ള ടാക്സീസ് മുഖേനയോ അല്ലെങ്കിൽ ഹറാമായ എന്തെങ്കിലും മുഖേന കിട്ടിയ കാശ് തന്നെയാണ് എന്ന് ഉറപ്പായാൽ നമുക്കൊരിക്കലും അത് വാങ്ങാൻ പാടില്ല. അല്ല എങ്കിൽ നമുക്കത് വാങ്ങാം, എന്നാലും കറാഹത്താണ്. വാങ്ങാം, ഹറാമാണെന്ന് ഉറപ്പില്ലല്ലോ. കാരണം അയാളുടെ അടുത്ത് ഹലാലും ഉണ്ട് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം വാങ്ങാതിരിക്കലാണ് നല്ലത്. ശുബഹത്തിൻ്റെ മുതൽ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാം. അപ്പം അതുകൊണ്ട് അത് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അല്ലാഹു തആല നമുക്ക് ഈ സക്കാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് അത് വേണ്ട രൂപത്തിൽ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا مولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. നിൻ്റെ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്കിവിടെ വിഷയം അവതരിപ്പിച്ച് തന്ന ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി ഉസ്താദ് അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും നിൻ്റെ പൊരുത്തത്തിലായി നീ നൽകണേ റഹ്മാനെ.
സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഖൈറായത് നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. രോഗങ്ങളെ നീ സുഖപ്പെടുത്തി തരണേ റഹ്മാനെ. കടങ്ങളെ നീ വീട്ടിത്തരണേ റഹ്മാനെ. നിൻ്റെ പൊരുത്തത്തിലായി ഒരുപാട് കാലം ആഫിയത്ത് സിഹത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ. പടച്ചവനെ, നസൂഹായ തൗബ ചെയ്ത് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പൂർണ്ണമായി ഉച്ചരിച്ച് നിൻ്റെ ഈമാനിൻ്റെ നൂറ് കൊണ്ട് ഹൃദയം പ്രകാശിച്ച് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മുൻകാലഘട്ടത്തിൽ ഇവിടെ കഴിഞ്ഞുപോയ മഹാരഥന്മാർ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ, പ്രത്യേകിച്ച് ഷാത്തിരി, സാദാത്യങ്ങൾ തുടങ്ങിയ മുഴുവൻ മഹാന്മാരുടെയും മദദ് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാം ദറജകളെ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബക്കാർ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ നീ സന്തോഷപൂരിതമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന സദസ്സായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മാസൂമ ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.